Good evening, all of you. Welcome to Niels Academy. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് റിലേഷൻ എന്താണെന്നാണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ ആദ്യമായിട്ട് പറയാൻ പോകുന്നത് റിലേഷൻസ് പറയുന്നതിന് മുന്നേ എന്താണ് ഓർഡേർഡ് പെയേഴ്സ്, എപ്പോഴാണ് രണ്ട് ഓർഡേർഡ് പെയേഴ്സ് ഈക്വൽ ആവുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് ഈക്വൽ ഓർഡേർഡ് പെയേഴ്സ് അല്ലെ. ഇപ്പൊ നമ്മള് ഒരു ഓർഡേർഡ് പെയർ എന്ന് പറയുന്നത് എ കോമ ബി എന്നുള്ള രീതിക്കാണ് പറയുന്നത്. ഈ എ കോമ ബി എന്ന് പറയുന്നതും അതേപോലെ തന്നെ പി കോമ ക്യൂ എന്ന് പറയുന്ന രണ്ട് ഓർഡേർഡ് പെയേഴ്സ് ഈക്വൽ ആവണം എന്നുള്ളെങ്കിൽ ഉള്ള കണ്ടീഷനാണ് പറയുന്നത് ഇഫ് ആൻഡ് ഓൺലി ഇഫ് എ ഈക്വൽ ടു പി ആൻഡ് ബി ഈക്വൽ ടു ക്യൂ എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാല് രണ്ട് ഓർഡേർഡ് പെയറുകളിലെയും ഫസ്റ്റത്തെ എലമെന്റുകൾ എന്തായിട്ട് മാറണം, സെയിം ആയിട്ട് മാറണം. അതേപോലെ തന്നെ സെക്കൻഡ് എലമെന്റുകളും സെയിം ആയിട്ട് മാറണം. ഓക്കെയാണല്ലോ പറഞ്ഞത്. അപ്പൊ നമ്മൾ പറയുന്നത് എപ്പോഴാണ് രണ്ട് ഓർഡേർഡ് പെയേഴ്സുകൾ ഈക്വൽ ആവുക എന്നാണ് പറയുന്നത്. അപ്പൊ ഓർഡേർഡ് പെയർ എ ബി ഈക്വൽ ടു ഓർഡേർഡ് പെയർ പി ക്യു എന്ന് പറയണമെന്നുണ്ടെങ്കിൽ എയും പിയും എന്തായിട്ട് മാറണം, ഈക്വൽ ആയിട്ട് മാറണം. അതേപോലെ തന്നെ ബി എന്ന് പറയുന്നതും ക്യൂ എന്ന് പറയുന്നതും ഈക്വൽ ആയിട്ട് നമുക്ക് മാറണം. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ ഇത് വെച്ചിട്ട് നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഓക്കെ, ഓക്കെ. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന പ്രോബ്ലം നമുക്കൊരു പ്രോബ്ലം ആയിട്ട് കിട്ടിയിട്ട് ഉള്ളതാണ്. ഓർഡേർഡ് പെയർ എക്സ് പ്ലസ് 1 കോമ വൈ മൈനസ് 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 3 കോമ 1 എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മളോട് പറഞ്ഞിരിക്കുകയാണ് ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് എക്സ് ആൻഡ് വൈ എന്ന് പറഞ്ഞിരിക്കും അല്ലെ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് ഓർഡേർഡ് പെയറുകൾ ഈക്വൽ ആവണം എന്നുണ്ടെങ്കിൽ ദെയർ ഫസ്റ്റ് കമ്പോണന്റ് ആർ ഈക്വൽ അല്ലെ. അവയുടെ ഫസ്റ്റ് കമ്പോണന്റ് എന്തായിട്ട് മാറണം, ഈക്വൽ ആവണം. അപ്പൊ ഇവിടെ ആദ്യത്തെ ഓർഡേർഡ് പെയറിലെ ഫസ്റ്റ് കമ്പോണന്റ് എക്സ് പ്ലസ് 1 ആണ്. അതേപോലെ തന്നെ സെക്കൻഡ് ഓർഡേർഡ് പെയറിലെ ഫസ്റ്റ് കമ്പോണന്റ് എന്താണ്, 3 ആണ് അല്ലെ. അപ്പൊ നമുക്ക് ഇങ്ങനെ ആയേ പറ്റുള്ളൂ. എന്താ പറഞ്ഞിട്ടുള്ളത്, എക്സ് പ്ലസ് 1 എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആവണം, 3-നോടായിട്ട് ഈക്വൽ ആയിട്ട് മാറണം. ഇതിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, അതായത് എക്സ് കണ്ടുപിടിക്കണം. സോ എക്സ് ഈക്വൽ ടുവിന്റെ അപ്പുറത്ത് 3 ഉണ്ടായിരുന്നു, പ്ലസ് 1 അങ്ങോട്ട് വരുമ്പോഴേക്ക് എന്തായിട്ട് മാറും, -1 ആയിട്ട് മാറും. സോ വി ഗെറ്റ് എക്സ് ഈക്വൽ ടു 2. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമുക്ക് കമ്പോണൻസ് ഇക്വേറ്റ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, എക്സ് ഈക്വൽ ടു 2 എന്ന് കിട്ടി. ഇനി അതേപോലെ നമുക്ക് എന്ത് ചെയ്യണം, സെക്കൻഡ് കമ്പോണന്റുകൾ ഇക്വേറ്റ് ചെയ്യണം. ഏതൊക്കെയായിരുന്നു ഇവിടുത്തെ സെക്കൻഡ് കമ്പോണന്റുകൾ, y-2, അതേപോലെ തന്നെ സെക്കൻഡ് ഓർഡേർഡ് പെയറിൽ 1 അല്ലെ. അപ്പൊ നമ്മൾ എഴുതേണ്ടത് എങ്ങനെയാണ്, y-2 ഈക്വൽ ടു 1. അതായത് രണ്ട് ഓർഡേർഡ് പെയർസുകളും ഈക്വൽ ആവണമെന്നുണ്ടെങ്കിൽ their second component will be also same. അവയുടെ സെക്കൻഡ് കമ്പോണന്റ് എന്തായിട്ട് മാറണം, സെയിം ആയിട്ട് മാറണം. ഓക്കെ ആണല്ലോ പറഞ്ഞത്. ഓക്കെ, അപ്പൊ അടുത്തത് എന്തായിട്ട് മാറും, നമുക്ക് y ഈക്വൽ ടു 1 -2 അങ്ങോട്ട് വരുമ്പോഴേക്കും അത് എന്തായിട്ട് മാറും, +2 ആയിട്ട് മാറും. സോ y ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം, i is equal to 3 എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ ഇവിടെ ആൻസർ കിട്ടി, x ഈക്വൽ ടു എന്ത് കിട്ടി, 2 എന്നുള്ളതും കിട്ടി. അതേപോലെ തന്നെ y ഈക്വൽ ടു 3 എന്നുള്ളതും കിട്ടി. ഓക്കെ, അപ്പൊ ഇതാണ് ആദ്യം നമ്മൾ പഠിച്ചു വെക്കേണ്ട കൺസെപ്റ്റ് അല്ലെ. എന്താ ആദ്യത്തെ കൺസെപ്റ്റ് പറഞ്ഞത്, രണ്ട് ഓർഡേർഡ് പെയേഴ്സുകളെ ഈക്വൽ ആവണം എന്നുണ്ടെങ്കിൽ their ഫസ്റ്റ് കമ്പോണന്റ് ആൻഡ് സെക്കൻഡ് കമ്പോണന്റ് ആർ ആൾസോ ഈക്വൽ. അവയുടെ ഫസ്റ്റ് കമ്പോണന്റും അതേപോലെ തന്നെ എന്തായിട്ട് മാറണം, സെക്കൻഡ് കമ്പോണന്റ്സും ഈക്വൽ ആയിട്ട് മാറണം എന്നുള്ളതാ പറഞ്ഞത്. ഓക്കെ ആണല്ലോ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മള് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാണ്. അപ്പൊ നമുക്ക് ഈ റിലേഷൻ ഡിഫൈൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ആദ്യം അറിയേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് ടേം ആണ് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ഓഫ് സെറ്റ്സ് അല്ലെ. അപ്പൊ നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് എന്താണ് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ഓഫ് സെറ്റ് അല്ലെ. അതായത് രണ്ട് സെറ്റുകൾ തന്നു കഴിഞ്ഞാൽ അതിന്റെ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാ പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഡെഫിനിഷൻ ആയിട്ട് നോക്കിക്കേ. ദ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എ ക്രോസ് ബി ഇസ് ദ സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയേഴ്സ് whose first members are come from the first set and second members are come from the സെറ്റ് ബി എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മുടെ കയ്യിൽ രണ്ട് സെറ്റുകൾ ഉണ്ട്, എ എന്ന് പറയുന്ന ഒരു സെറ്റും ഉണ്ട്, അതേപോലെ തന്നെ ബി എന്ന് പറയുന്ന സെറ്റും ഉണ്ട്. ഓക്കെ, അപ്പൊ എ ബി എന്ന് പറയുന്ന എ കോമ ബി എന്ന് പറയുന്ന സെറ്റിന്റെ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എ ക്രോസ് ബി എന്നുള്ളതാണ് പറയുന്നത്.
ഓക്കെയാണ്. അപ്പോൾ ഈ എ ക്രോസ് ബി ഡിഫൈൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളോട് പറഞ്ഞിരിക്കുകയാണ് എങ്ങനെയാണ്, അതായത് ഫസ്റ്റ് മെമ്പേഴ്സ് എവിടെ നിന്ന് എടുക്കണം, നമ്മൾ എന്ന് എടുക്കണം. അതേപോലെ സെക്കൻഡ് മെമ്പേഴ്സ് എന്ന് പറയുന്നത് എവിടെ നിന്ന് എടുക്കണം, ബി യിൽ നിന്ന് എടുക്കണം. ഓക്കെ, അപ്പോൾ ഇത് നമ്മളിപ്പോൾ എങ്ങനെയാ പറഞ്ഞിട്ടുള്ളത്, അതായത് വേർഡ്സിൽ പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ നമുക്ക് അതിനെ എങ്ങനെ സിംബോളിക്കലി എഴുതാം എന്ന് നോക്കാം. എ ക്രോസ് ബി ഈക്വൽ ടു, അതായത് എങ്ങനെ എഴുതണം, സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയർ എക്സ് വൈ സച്ച് ദാറ്റ്, വെറുതെ എഴുതിയാൽ മതിയോ, പോരാ, എക്സ് എവിടെ നിന്ന് വരുന്നു എന്ന് പറയണം അല്ലെ, എക്സ് എലമെന്റ് ഓഫ് എ ആയിരിക്കണം, കോമ അതേപോലെ തന്നെ വൈ എലമെന്റ് ഓഫ് എവിടെ ആയിരിക്കണം, ബി ഒ ആയിരിക്കണം. ഓക്കെ, അപ്പൊ എങ്ങനെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഓഫ് ടു സെറ്റ്സ് ഡിഫൈൻ ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ, ലെറ്റ് എ ആൻഡ് ബി ബി ടു സെറ്റ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ എ ക്രോസ് ബി ഇസ് ദി കളക്ഷൻ ഓഫ് ഓൾ ഓർഡേർഡ് പെയേഴ്സ് എക്സ് വൈ സച്ച് ദാറ്റ് എക്സ് എലമെന്റ് ഓഫ് എ ആൻഡ് വൈ എലമെന്റ് ഓഫ് ബി. അല്ലെ, എക്സ് എവിടെ നിന്നായിരിക്കണം, എ എന്ന് എടുക്കണം, വൈ എന്ന് പറയുന്നത് എവിടെ ഉണ്ടായിരിക്കണം, ബി എന്നും ഉണ്ടായിരിക്കണം. അപ്പൊ എന്താണ് എ ക്രോസ് ബിയുടെ സെറ്റ് ബിൽഡർ ഫോം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയണം, എ ക്രോസ് ബി ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയർ എക്സ് വൈ സച്ച് ദാറ്റ് എക്സ് എലമെന്റ് എ കോമ വൈ എലമെന്റ് ഓഫ് ബി. ഇതാണ് നമ്മുടെ എ ക്രോസ് ബിയുടെ പറയുന്നത്. ഓക്കെ ആണല്ലോ പറഞ്ഞത്. ഇനി നമുക്ക് ഒരു എക്സാമ്പിൾ വെച്ച് ചെയ്ത് നോക്കാം. എങ്ങനെയാണ് രണ്ട് സെറ്റുകൾ തന്നു കഴിഞ്ഞാൽ എ ക്രോസ് ബി എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, എന്താ പറയേണ്ടത്, നമുക്ക് എയും ബി എന്ന് പറഞ്ഞ രണ്ട് സെറ്റ് നമ്മുടെ കയ്യിൽ തരുന്നുണ്ട്. ആ സെറ്റ് തന്നതിന് ശേഷം എങ്ങനെയാണ് നമുക്ക് എ ക്രോസ് ബി കണ്ടുപിടിക്കാന്ന് നോക്കുന്നത്. ഓക്കെ ആണല്ലോ പറഞ്ഞത്. അപ്പൊ ഇവിടെ രണ്ട് സെറ്റുകൾ എടുത്തിട്ടുണ്ട് ഞാൻ. എ എന്ന് പറയുന്ന സെറ്റ് 1 2 3 5 എന്നും, അതേപോലെ തന്നെ ബി എന്ന് പറയുന്നത് എന്താണ് 2 4 എന്നും തന്നിട്ടുണ്ട് അല്ലെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമുക്ക് എ ക്രോസ് ബി എന്ന് പറയുന്നത് കണ്ടുപിടിക്കാൻ നോക്കാം. ഓക്കെ ആണല്ലോ പറഞ്ഞത്. ഇപ്പൊ നമ്മൾ എന്താ ചെയ്യാൻ പോണത്, എ ക്രോസ് ബി കണ്ടുപിടിക്കാൻ പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എയുടെ ഉള്ളിലെ എലമെന്റ് ആരൊക്കെയാണ്, 1 3 5ഉം, അതേപോലെ ബിയുടെ ഉള്ളിലെ എലമെന്റ് ആരാ, 2 4 അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്, ഫസ്റ്റ് എലമെന്റ് ഫിക്സ് ചെയ്യാണ്. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് എലമെന്റ് വിത്ത് 2 അല്ലെ. അപ്പൊ ആദ്യത്തെ ഓർഡേർഡ് പെയർ എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ എഴുതും, എ ക്രോസ് ബിയിലെ ഓർഡേർഡ് പെയർ ആണ് ഫസ്റ്റ് 1 2 എന്ന് എഴുതി. ഓക്കെ ആണല്ലോ പറഞ്ഞത്. അതേപോലെ തന്നെ 1 വിത്ത് അടുത്ത എലമെന്റ് ആരാണ് ഇവിടെ 4 അല്ലെ. അപ്പൊ അടുത്തത് എങ്ങനെ എഴുതണം, നമ്മള് 1 വിത്ത് 4 എന്ന് പറയും. ഓക്കെ ആണല്ലോ പറഞ്ഞത്. ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ഇനി അടുത്തത് തുടങ്ങുന്നത് നമ്മൾ അടുത്തത്, അതായത് 3 എന്ന് പറയുന്ന എലമെന്റ് ഫിക്സ് ചെയ്യും. ഓക്കെ, അപ്പൊ 3 എന്ന് പറഞ്ഞ എലമെന്റ് ഫിക്സ് ചെയ്തിട്ട് അടുത്ത എലമെന്റ് ഏതാ, 2 അല്ലെ. അപ്പൊ നമ്മൾ അടുത്തത് എഴുതേണ്ടത് 3 2, അതേപോലെ തന്നെ 3 ഇനി ആരോടും പെയർ ചെയ്യാൻ പറ്റും, 3 4 എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ പറഞ്ഞത്. അപ്പൊ അടുത്തതും കിട്ടി. ഇനി അടുത്ത ആൾ ആരെവിടെ ഉള്ളത്, 5 ഉണ്ട് അല്ലെ. നമുക്ക് എന്ത് പറയണം, 5 4 അല്ലെ. അപ്പൊ അടുത്ത എലമെന്റ് ഞാൻ എഴുതാണ്, എന്റെ എലമെന്റ് 5 4 എന്ന് എടുക്കുന്നു. അതേപോലെ അടുത്തത് ആരാ എടുക്കുന്നത്, സോറി, ഞാൻ ഇവിടെ ഒരു എലമെന്റ് വിട്ടുപോയി, 5 2 അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, 5 2 എന്ന് എഴുതി. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ എന്തുണ്ടാവാം, എ ക്രോസ് ബിയുടെ ഉള്ളിലെ എലമെന്റ് ഉണ്ടായിരിക്കുക. ക്ലിയർ ആണല്ലോ പറഞ്ഞത്. അപ്പൊ ഇത്തരം കാര്യങ്ങളാ പറഞ്ഞത്. എ ക്രോസ് ബി എഴുതണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ആദ്യം ഫസ്റ്റ് എലമെന്റുകൾ ഒന്നുകൂടി പറഞ്ഞു തരാം. ഇപ്പൊ നമ്മള് 1 വിത്ത് എന്ത് ചെയ്താ 2 അല്ലെ. അപ്പൊ നമുക്ക് 1 2 കിട്ടും. അതേപോലെ 1 വിത്ത് 4 എഴുതുമ്പോൾ നമുക്ക് ഇത് കിട്ടും, 1 4 കിട്ടും. ഇനി അടുത്ത എലമെന്റ് ഏതാ ഫിക്സ് ചെയ്യണ്ടേ, 3 ഫിക്സ് ചെയ്യാം. 3 വിത്ത് 2 പറയുമ്പോൾ എന്ത് കിട്ടും, 3 2 കിട്ടും. 3 വിത്ത് 4 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 3 4ഉം കിട്ടും. ഇത്രയും ഭാഗം ക്ലിയർ ആണല്ലോ. ഇനി അതേപോലെ തന്നെ 5 വിത്ത് 2ഉം അതേപോലെ തന്നെ 5 വിത്ത് 4ഉം വരും. ഓക്കെ ആണല്ലോ. അപ്പൊ ഇതാണ് നമ്മുടെ എന്ത് പറയാം, എ ക്രോസ് ബി വരും. ഓക്കെ, അപ്പൊ തിരിച്ച് നമുക്ക് ഇത് വെച്ചിട്ട് തന്നെ ഞാൻ എന്ത് ചെയ്യാം, എങ്ങനെയാണ് നമുക്ക് ബി ക്രോസ് എ കണ്ടുപിടിക്കാൻ നോക്കാം അല്ലെ. എന്താ നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളത്, ബി ക്രോസ് എ എങ്ങനെ കണ്ടുപിടിക്കും എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ബി ക്രോസ് എ എഴുതണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എവിടുത്തെ എലമെന്റുകൾ എടുക്കണം, ബി ക്രോസ് എഴുതുമ്പോൾ ഓർഡേർഡ് പെയർ എക്സ് വൈ എന്നാ പറയുന്നത്. ആദ്യത്തെ എക്സുകളൊക്കെ എവിടെ നിന്ന് എടുക്കണം, ബി ൽ നിന്ന് എടുക്കണം. അപ്പൊ നമുക്ക് ആദ്യം എന്ത് പറയാം, 2 വിത്ത് 1 അല്ലെ. അപ്പൊ ഞാൻ എന്ത് എഴുതി, 2 1 എഴുതി അല്ലെ. പിന്നെ എന്ത് പറയാം, നമുക്ക് 2 വിത്ത് 3. അപ്പൊ നമ്മൾ എന്ത് എഴുതി, 2 3 എന്ന് എഴുതി അല്ലെ. അടുത്തത് ആരാ, 2 വിത്ത് 5. അപ്പൊ അടുത്തത് എങ്ങനെ എഴുതും നമ്മള്, 2 5 എന്ന് എഴുതും. ഓക്കെ ആണല്ലോ പറഞ്ഞത്. ഇനി ഇതേപോലെ നമുക്ക് തിരിച്ച് ആര് പറയാം, 4 വിത്ത് 1 അല്ലെ. അപ്പൊ അതെന്തായിട്ട് മാറും, 4 1 വരും. അടുത്തത് എന്താണ്, 4 വിത്ത് 3 അല്ലെ. അപ്പൊ നമുക്ക് എന്തായിട്ട് മാറി, 4 3 വന്നു. ദെൻ നെക്സ്റ്റ് നമുക്ക് എന്ത് വരും, 4 വിത്ത് 5. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, 4 5 എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് എന്ത് എഴുതാൻ പറ്റുക, ബി ക്രോസ് എ എഴുതാൻ പറ്റുക എന്ന് പറയുന്നത്.
ഓക്കെ ആണല്ലോ? അപ്പൊ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റ്യൻ കൂടി തരാം. അപ്പൊ ഒരു സെറ്റ് എ എന്ന് പറയുന്ന സെറ്റ് ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാം. 2, 3, 7 എന്ന് പറയുന്ന സെറ്റ് തന്നിട്ടുണ്ട്. അതേപോലെ ബി ഈക്വൽ ടു നമുക്ക് എന്ത് തരികയാണ് സെറ്റ് 1, 2 എന്നും തന്നിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ ചെയ്യേണ്ട വർക്ക് ഇതാണ്. എന്ത് ചെയ്തു നോക്കണം? എ ക്രോസ് ബി കണ്ടുപിടിക്കുക. അതേപോലെ തന്നെ തിരിച്ചാരെയും കണ്ടുപിടിക്കാം. ബി ക്രോസ് എ എന്ന് പറയുന്നത് കണ്ടുപിടിക്കും. ഇത്രയും ഭാഗം ക്ലിയർ ആണല്ലോ പറഞ്ഞത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ഒരു നോട്ടാണ്. ഓക്കെ, ഇപ്പൊ എന്താ നോട്ട് പറയുന്നത് നമുക്ക് നോക്കാം. അതായത് നോട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് എ ക്രോസ് ബിയിൽ എത്ര എലമെന്റ്സ് ഉണ്ട് എന്ന് പറയാൻ പറ്റും. ഓക്കെ, എന്താ പറയേണ്ടത്? എ ക്രോസ് ബിയില് എത്ര എലമെന്റ്സുകൾ ഉണ്ട് എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇപ്പൊ ഞാൻ പറയാണ്, ഞാൻ രണ്ട് സെറ്റുകൾ എടുത്തു. എ എന്ന് പറഞ്ഞ സെറ്റ് എടുത്തു, അതേപോലെ തന്നെ ബി എന്ന് പറഞ്ഞ ഒരു സെറ്റ് എടുത്തു. ഓക്കെ, എ എന്ന് പറയുന്ന സെറ്റില് എലമെന്റ്സ് എത്ര ഉണ്ട്? പി എലമെന്റ്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ there are p elements in A. ലൈൻ എങ്ങനെ നമ്മൾ ഡിനോട്ട് ചെയ്യും? n of A equal to p എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? കാർഡിനാലിറ്റി ഓഫ് A equal to p എന്ന് പറയാം. അതേപോലെ തന്നെ n of B എന്ന് പറഞ്ഞാൽ, അതായത് ബി എന്ന് പറയുന്ന സെറ്റിന്റെ ഉള്ളിലുള്ള എലമെന്റ്സ് നമ്മൾ q എന്ന് എടുത്തു കഴിഞ്ഞാൽ A ക്രോസ് ബിയിൽ എത്ര എലമെന്റ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അപ്പൊ A ക്രോസ് ബിയിൽ എത്ര എലമെന്റ് ഉണ്ടായിരിക്കും? A ക്രോസ് ബിയിലെ എലമെന്റ്, അതായത് n of A ക്രോസ് B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് P ഇൻറ്റു Q എന്നാണ് പറയുക. ഓക്കെ, അപ്പൊ n ഓഫ് A ക്രോസ് ബിയിൽ എത്ര എലമെന്റ് ഉണ്ട് ചോദിച്ചാൽ നമ്മൾ എന്താ പറയണം? P ഇൻറ്റു Q എന്ന് പറയണം. അത്ര എലമെന്റ്സ് എവിടെ ഉണ്ടായിരിക്കും? A ക്രോസ് B എന്ന് പറയുന്ന സെറ്റിന്റെ ഉള്ളില് ഉണ്ടായിരിക്കും. ഓക്കെ, അതാണ് നമ്മൾ അവിടെ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു ബേസിക് ആയിട്ട്. ഓക്കെ, അപ്പൊ നമുക്കൊരു പ്രോബ്ലം ചെയ്താലോ? കുറച്ചുകൂടി നമ്മുടെ മൈൻഡിൽ കൂടുതലായിട്ട് കാര്യങ്ങൾ നിൽക്കുക എപ്പോഴാ? ഒരു പ്രോബ്ലം ചെയ്യുമ്പോഴാണ് അല്ലെ? ഓക്കെ, അപ്പൊ നമുക്കൊന്ന് പ്രോബ്ലം ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ പ്രോബ്ലം നോക്കിക്കേ. പ്രോബ്ലം പറഞ്ഞിരിക്കുന്നത് ആദ്യം എ എന്ന് പറയുന്ന ഒരു സെറ്റ് തന്നിട്ടുണ്ട്, അതേപോലെ ബി എന്ന് പറഞ്ഞ സെറ്റ് തന്നിട്ടുണ്ട്. നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ഫൈൻഡ് എൻ ഓഫ് എ ക്രോസ് ബി അല്ലെ? എന്താ പറഞ്ഞിരിക്കണേ? എൻ ഓഫ് എ ക്രോസ് ബി കണ്ടുപിടിക്കാനാ പറഞ്ഞിരിക്കുന്നത്. എന്താ എൻ ഓഫ് എ ക്രോസ് ബി എന്ന് പറഞ്ഞാല്? എ ക്രോസ് ബിയില് എത്ര എലമെന്റ് ഉണ്ട് അല്ലെ? എൻ ഓഫ് എ ക്രോസ് ബി കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ആരെ കണ്ടുപിടിക്കണം? എൻ ഓഫ് എ കണ്ടുപിടിക്കണം. എന്താ എൻ ഓഫ് എ എന്ന് വെച്ച് കഴിഞ്ഞാല് എയിൽ എത്ര എലമെന്റ്സ് ഉണ്ട് എന്ന് അല്ലെ? എത്ര എലമെന്റുകളാണ് എയിലുള്ളത് നോക്കിക്കേ. അതായത് 4 എലമെന്റ്സ്. അപ്പൊ എൻ ഓഫ് എ ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം? 4 എന്ന് പറയാം. ഇനി അതേപോലെ നമ്മൾ ആരെയും കൂടി കണ്ടുപിടിക്കണം? എൻ ഓഫ് ബി കൂടി കണ്ടുപിടിക്കണം അല്ലെ? എന്താ എൻ ഓഫ് ബി എന്ന് വെച്ചാൽ ബിയില് എത്ര എലമെന്റ് ഉണ്ട് അല്ലെ? എത്ര എലമെന്റ് ബിയിലുള്ളത്? നമുക്ക് 3 എലമെന്റ്. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എയില് പി എലമെന്റും ബിയിൽ 2 എലമെന്റും ആണെങ്കിൽ എൻ ഓഫ് എ ക്രോസ് ബിയിൽ എത്ര എലമെന്റ് ഉണ്ടാവുന്ന നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നേ? പി ഇൻറ്റു 2 എലമെന്റ്സ് ഉണ്ടാവുന്നല്ലേ അല്ലെ? അപ്പൊ നമുക്ക് ഇവിടെ അതേപോലെ എന്ത് പറയാം? എൻ ഓഫ് എ ക്രോസ് ബിയില് എത്ര എലമെന്റ് ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയണം? എൻ ഓഫ് എ ക്രോസ് ബി ഈക്വൽ ടു 4 ഇൻറ്റു 3 അല്ലെ? 4 ഇൻറ്റു 3 എന്ന് പറയണം. അപ്പൊ 4 ഇൻറ്റു 3 വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്താ പറയാൻ പറ്റുക? 12 അല്ലെ? എൻ ഓഫ് എ ക്രോസ് ബിയിൽ എത്ര എലമെന്റ് ഉണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയേണ്ടത്? 12 എലമെന്റ്സ് ഉണ്ടായിരിക്കണം. ഓക്കെ ആണല്ലോ പറഞ്ഞത്? അപ്പൊ അത്രയും കാര്യങ്ങളൊന്ന് ഇവിടെ ശ്രദ്ധിച്ചു നോക്കാം കേട്ടോ. ഇനി നമുക്ക് കുറച്ച് റിസൾട്ടുകൾ പറയാം. അതായത് എന്ത് വെച്ചിട്ട്? എ ക്രോസ് ബിയുടെ വെച്ചിട്ട്. ഓക്കെ, അപ്പൊ എന്താ പറയേണ്ടത്? കുറച്ച് റിസൾട്ടുകളാട്ടോ. അപ്പൊ അത് നോട്ട് ചെയ്ത് വെക്കുക. ഞാൻ ഇതിൽ ഇല്ല, ഞാൻ മെൻഷൻ ചെയ്ത് തരികയാണ്. അപ്പൊ നമുക്ക് എ ക്രോസ് ബി എന്നാ പറഞ്ഞത് അല്ലെ? അപ്പൊ എ ക്രോസ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയേണ്ടത്? എ ക്രോസ് എയിൽ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? സെറ്റ് ഓഫ് ഓൾ, അതായത് ഓർഡേർഡ് പെയർ എ ബി സച്ച് ദാറ്റ് എ എവിടെ നിന്ന് തന്നെ എടുക്കണം? നമ്മള് എ എന്ന് എടുക്കണം. അതേപോലെ തന്നെ ബി എന്ന് പറയണതിന് നമ്മൾ എവിടെ നിന്ന് എടുക്കണം? എ എന്ന് പറഞ്ഞ തന്നെ എടുക്കണം. ഓക്കെ, അപ്പൊ എന്താ അടുത്തത് പറയണത്? നമ്മൾ എ ക്രോസ് ബി പഠിച്ചത്, പക്ഷെ നമ്മൾ എന്ത് പറയാണ്? അതായത് എ ക്രോസ് എ എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ഓർത്ത് വെക്കേണ്ട കാര്യമാണ് എ ക്രോസ് എ ഈക്വൽ ടു കളക്ഷൻ ഓഫ് ഓൾ ഓർഡേർഡ് പെയർ എ ബി സച്ച് ദാറ്റ് എ എലമെന്റ് ഓഫ് എ കോമ ബി എലമെന്റ് ഓഫ് എ എന്ന് പറയാം. ഓക്കെ ആണല്ലോ പറഞ്ഞത്? ഇനി ഒരു കാര്യം കൂടി ഇവിടെ ആലോചിച്ച് നോക്കാം. അപ്പൊ നമ്മൾ എൻ ഓഫ് എ ക്രോസ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? എ ക്രോസ് എയിൽ എത്ര എലമെന്റ്സ് ഉണ്ട് എന്ന് അല്ലെ? അപ്പൊ ഞാൻ പറയാണ് എൻ ഓഫ് എ ഈക്വൽ ടു എയില് എത്ര എലമെന്റ് ഉണ്ട്? എം എലമെന്റ് ഉണ്ട് എന്ന് വിചാരിച്ചോ. എൻ ഓഫ് എ ക്രോസ് എയിൽ എത്ര എലമെന്റ് ഉണ്ട് ചോദിച്ചാൽ എന്ത് പറയണം? എൻ ഓഫ് എ ഇൻറ്റു
അടുത്തത് എന്തെന്ന് പറയും നമ്മളെ എൻ ഓഫ് എ എന്ന് തന്നെ എഴുതും. ഓക്കെ, എൻ ഓഫ് എ ഇൻറ്റു എൻ ഓഫ് എ. എൻ ഓഫ് എയിൽ എത്ര എലമെന്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ എം എലമെന്റ്. അപ്പൊ എം ഇൻറ്റു എം വരും അല്ലെ. അപ്പൊ എം ഇൻറ്റു എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തായിട്ട് മാറും? വിച്ച് ഈസ് ഈക്വൽ ടു എം സ്ക്വയർ ആയിട്ട് മാറും. ഓക്കെ ആണല്ലോ പറഞ്ഞത്? ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടോ? ഓക്കെ, അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി അടുത്ത ഒരു റിസൾട്ട് കൂടി നിങ്ങൾ ഇതേപോലെ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യമാണ്. നമുക്കൊരു ചോദ്യം വരാം മനസ്സിൽ. എ ക്രോസ് ബി എന്ന് പറയുന്നതും അതേപോലെ ബി ക്രോസ് എ എന്ന് പറയുന്നതും ഈക്വൽ ആണോ എന്ന് ചോദ്യം വരാം. അപ്പൊ ജനറൽ കേസിൽ എന്തല്ല, എ ക്രോസ് ബി നോട്ട് ഈക്വൽ ടു ബി ക്രോസ് എ അല്ലെ. അതായത് എന്തല്ല, എ ക്രോസ് ബി എന്ന് പറയുന്നതും ബി ക്രോസ് എ എന്ന് പറയുന്നതും ജനറലി എന്തല്ല, ഈക്വൽ അല്ല അല്ലെ. ഏത് കേസിലാണ് നമ്മൾ പറയേണ്ടത്? ജനറൽ കേസിൽ ഇത് എന്തല്ല, ഈക്വൽ അല്ല. അപ്പൊ നമ്മുടെ മനസ്സിലൊരു ചോദ്യം വരണം, എപ്പോ ഇത് ഈക്വൽ ആവും? എപ്പോ എ ക്രോസ് ബിയും ബി ക്രോസ് എയും ഈക്വൽ ആവും അല്ലെ. അപ്പൊ അതിനുള്ള കാരണം ഇവിടെ അടുത്ത റിസൾട്ടാ പറയണേ, എ ക്രോസ് ബി ഈക്വൽ ടു ബി ക്രോസ് എ. എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ എന്തിനോട് ഈക്വൽ ആയിട്ട് മാറും? നമുക്ക് ബി ക്രോസ് എനോട് ഈക്വൽ ആയിട്ട് മാറും. എപ്പോന്നാ പറയണത്? ഇഫ് ആൻഡ് ഒൺലി ഇഫ്. വേർഡ് ശ്രദ്ധിക്കണം കേട്ടോ. ഇഫ് ആൻഡ് ഒൺലി ഇഫ്. ഇവിടെയുള്ള കണക്റ്റീവ് ആണ്. ഇഫ് ആൻഡ് ഒൺലി ഇഫ് എന്തായിട്ട് മാറണം? എ ഈക്വൽ ടു ബി ആയിട്ട് മാറണം. ഓക്കെ, എ ക്രോസ് ബി ഈക്വൽ ടു ബി ക്രോസ് എ ആവണമെന്നുണ്ടെങ്കിൽ ആ കണ്ടീഷനാ പറഞ്ഞിട്ടുള്ളത്. എന്താ അടുത്ത കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത്? ഇഫ് ആൻഡ് ഒൺലി ഇഫ് ആണ്. എ ഈക്വൽ ടു ബി ആണ് അല്ലെ. എ ഈക്വൽ ടു ബി ആണെന്നുണ്ടെങ്കിൽ എ ക്രോസ് ബി ഈക്വൽ ടു ബി ക്രോസ് എ ആയിരിക്കും. പിന്നെ തിരിച്ചും പറയാൻ പറ്റും നമുക്ക്. എന്താണ്? എ ക്രോസ് ബി ഈക്വൽ ടു ബി ക്രോസ് എ ആണെന്നുണ്ടെങ്കിൽ ആര് രണ്ടും ഈക്വൽ ആയിട്ട് മാറും എന്നാ പറയണേ? എയും ബിയും ഈക്വൽ ആയിട്ട് മാറും എന്ന്. ഓക്കെ, ഇനി വേറൊരു കേസ് കൂടി നമുക്ക് മനസ്സിൽ എപ്പോഴും തോന്നേണ്ട ഒരു കാര്യമാണ്. എന്താ അപ്പോ എയോ ബിയോ എം ടി സെറ്റ് ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു അല്ലെ. ഇപ്പൊ ഞാൻ പറയാണ്, ഒന്നല്ലെങ്കിൽ എ ഈക്വൽ ടു എന്തായിട്ട് മാറണം? എം ടി സെറ്റ് ആയിട്ട് മാറും. ഇഫ് എ ഈക്വൽ ടു എം ടി സെറ്റ് ആൻഡ് അല്ലെങ്കിൽ ഓർ അല്ലെ. ആൻഡ് ഓർ എന്ന് പറയാം. രണ്ട് കേസും വരാം നമുക്ക് കേട്ടോ. ബി ഈക്വൽ ടു എന്ത് പറയാണ്? എം ടി സെറ്റ് വരികയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയണം? എ ക്രോസ് ബി എന്ന് പറയണത് ഈസ് ഈക്വൽ ടു എന്ത് വരും? എം ടി സെറ്റ് വരും. ഓക്കെ, ഒന്നല്ലെങ്കിൽ എ എം ടി സെറ്റ് ആവുകയോ അല്ലെങ്കിൽ ബി എം ടി സെറ്റ് ആവുകയോ അല്ലെങ്കിൽ എയും ബിയും എം ടി സെറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ എന്ത് പറയുന്നതാണ്? അതായത് എ ക്രോസ് ബി എന്ന് പറയുന്നത് എം ടി സെറ്റ് ആയിട്ട് മാറും എന്നുള്ളതാണ് അവിടെ നിന്ന് ഓർത്ത് വെക്കേണ്ടത്. ഓക്കെ, ഇനി വേറൊരു റിസൾട്ട് കൂടി നിങ്ങൾ ഓർത്ത് വെക്കുന്നതാണ്. അതും എ ക്രോസ് ബി ആയിട്ട് ബന്ധപ്പെട്ട ഒരു ഇമ്പോർട്ടന്റ് റിസൾട്ട് ആണ് കേട്ടോ. അപ്പോ അതവിടെ ശ്രദ്ധിക്കണം. റിസൾട്ട് ഇങ്ങനെയാണ്. ഇഫ് എ ആൻഡ് ബി ഹാവ്, എക്കും ബിക്കും എം എലമെന്റ്സ് ഇൻ കോമൺ. ഓക്കെ, എന്താ പറയണത്? ഇഫ് എ ആൻഡ് ബി ഹാവ് എം എലമെന്റ്സ് ഇൻ കോമൺ ആണെന്നുണ്ടെങ്കിൽ ദെൻ റിസൾട്ട് ആണ് ഇവിടെ ശ്രദ്ധിക്കുന്നത്. ദെൻ എന്ത് പറയണം? ദെൻ എൻ ഓഫ് എ ക്രോസ് ബി ഇന്റർസെക്ഷൻ ബി ക്രോസ് എ ഈക്വൽ ടു എന്തായിട്ട് മാറും? ഈസ് ഈക്വൽ ടു എം സ്ക്വയർ. ഇത് ഇവിടെ ഓർത്ത് വെക്കണം കേട്ടോ. ഇതൊരു ട്രിക്കി ആയിട്ടുള്ള റിസൾട്ട് ആണ് അല്ലെ. എ ആൻഡ് ബി ഹാവ് എം എലമെന്റ്സ് ഇൻ കോമൺ എന്ന് പറഞ്ഞാൽ അവിടുന്ന് എന്താ മനസ്സിലാക്കണ്ടേ? എക്കും ബിക്കും എം എലമെന്റ്സ് കോമൺ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? എ ഇന്റർസെക്ഷൻ ബിയിൽ എത്ര എലമെന്റ് ഉണ്ട്? എം എലമെന്റ് ഉണ്ട് എന്നുള്ളതാ മനസ്സിലാക്കേണ്ടത് കേട്ടോ. ഇവിടെ എന്താ മനസ്സിലാക്കേണ്ടത് നിങ്ങളെ കാര്യം? അതായത് ഇഫ് എ ആൻഡ് ബി ഹാവ് എം എലമെന്റ്സ് ഇൻ കോമൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എ ഇന്റർസെക്ഷൻ ബിക്ക് എത്ര എലമെന്റ് ഉണ്ട് എന്ന് പറയണം? എം എലമെന്റ്സ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അവിടെ ഓർത്ത് വെക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ റിസൾട്ട് ആണ് എ ക്രോസ് ബി ഇന്റർസെക്ഷൻ ബി ക്രോസ് എയില് എത്ര എലമെന്റ് ഉണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? എം സ്ക്വയർ എലമെന്റ് ഉണ്ട് എന്നാ പറയുന്നത്. ഓക്കെ ആണല്ലോ പറഞ്ഞത്? ഇനി ഇതൊന്ന് നമുക്ക് എന്താ ചെയ്യാം? റിസൾട്ട് ആയിട്ട് റിസൾട്ട് അല്ല, ഒരു പ്രോബ്ലം വെച്ച് ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഒരു സെറ്റ് തരികയാണ്. എ എന്ന് പറയുന്ന സെറ്റിന്റെ ഉള്ളിൽ ആരൊക്കെ ഉണ്ട്? 1 2 3 4 എന്നുണ്ട്. അതേപോലെ അടുത്തത് തരികയാണ്. ബി എന്ന് പറയുന്ന സെറ്റിൽ എന്തുണ്ട്? സെറ്റ് അതായത് 3 4 5 6 7. ഓക്കെ, ഇങ്ങനെയാണ് ഉള്ളത് എന്ന് വെച്ചു. ഓക്കെ, 3 4 5 6 7 ഇത്രയാണ് നമ്മുടെ കയ്യിലുള്ള എലമെന്റുകൾ കേട്ടോ. അപ്പൊ നമ്മളോട് ഇനി ചോദ്യം ചോദിച്ചിരിക്കുകയാണ്, എൻ ഓഫ് എ ക്രോസ് ബി ഇന്റർസെക്ഷൻ ബി ക്രോസ് എ, അതിൽ എത്ര എലമെന്റ് ഉണ്ട് എന്നാണ് നമ്മുടെ ചോദ്യം. എങ്കിൽ നമ്മൾ അത് ചെയ്യാൻ പോവുക അല്ലെ. അപ്പൊ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? എ ഇന്റർസെക്ഷൻ ബി. എന്താ എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള എലമെന്റ് അല്ലെ. ആരൊക്കെ എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള നോക്കിക്കേ. എയില് ആരുണ്ട്? 3 ഉണ്ട്.
അതേ 3 എവിടെയുണ്ട് നമുക്ക്, അതായത് ബിയിലുണ്ട് അല്ലെ. അതേപോലെ 4 ഉണ്ട് ഇവിടെ, അതേപോലെ ഇവിടെ എന്തുണ്ട് 4 ഉണ്ട് എന്നാ പറഞ്ഞത് അല്ലെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു നമുക്ക് എന്ത് പറയാൻ പറ്റണം, 3,4 എന്ന് പറയാൻ പറ്റണം. ഓക്കെ ആണല്ലോ പറഞ്ഞത്. എന്താ പറഞ്ഞത്, എ ഇന്റർസെക്ഷൻ ബിയില് എന്തൊക്കെ ഉണ്ടായിരിക്കും, നമുക്ക് 3,4 എന്ന് പറയുന്നത് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഓർത്തു വെക്കുന്നത്. ഓക്കെ, അപ്പോ എൻ ഓഫ് എ ക്രോസ് സോറി എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്കും ബിക്കും കോമൺ ആയിട്ട് എത്ര എലമെന്റ് ഉണ്ട് എന്ന് പറയണം, 2 എലമെന്റ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ റിസൾട്ട് പ്രകാരം എൻ ഓഫ് എ ക്രോസ് ബി ഇന്റർസെക്ഷൻ ബി ക്രോസ് എ അല്ലെ, എത്ര എലമെന്റ് ഉണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറഞ്ഞത് നേരത്തെ, എം സ്ക്വയർ അല്ലെ. എം സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, എം പറഞ്ഞ എവിടുന്ന കിട്ടിയേ, എ ഇന്റർസെക്ഷൻ ബിയില് എത്ര എലമെന്റ് ഉണ്ട് എന്നാണ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത് അല്ലെ. അപ്പൊ എ ഇന്റർസെക്ഷൻ ബിയിൽ എത്ര എലമെന്റ് ഉണ്ട് എന്നായിരുന്നു ഇവിടെ കിട്ടിയ 2 എലമെന്റ്. അപ്പൊ നമ്മളിവിടെ എന്ത് പറയണം, 2 സ്ക്വയർ. 2 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് എന്ത് കിട്ടും, അതായത് വിച്ച് ഈസ് ഈക്വൽ ടു 4 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ പറഞ്ഞ, ഡൗട്ട് ഉണ്ടോ, ഇല്ല. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ഓർത്തിരിക്കുന്നത്. എന്താണ് എൻ ഓഫ് എ ക്രോസ് ബി ഇന്റർസെക്ഷൻ ബി ക്രോസ് എയിൽ എത്ര എലമെന്റ് ഉണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയാ, എ ഇന്റർസെക്ഷൻ ബിയിൽ എത്ര എലമെന്റ് ഉണ്ടോ അതിന്റെ സ്ക്വയർ ആണ് ഉണ്ടായിരിക്കുക എന്നാണ് പറയേണ്ടത്. ഓക്കെ ആണല്ലോ. അതാണ് അവിടുന്ന് അടുത്ത ഒരു റിസൾട്ട് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഓർത്ത് വെക്കേണ്ട ഒരു റിസൾട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നു. ഇനി ഞാൻ 3 സെറ്റുകൾ തരികയാണെന്ന് വിചാരിച്ചു അല്ലെ. എന്ത് പറയണം, അതായത് എ ക്രോസ് എ എന്ന് വരികയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഇതെങ്ങനെ ഡിനോട്ട് ചെയ്യുക പറഞ്ഞു കഴിഞ്ഞാൽ, സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് ട്രിപ്ലെറ്റ് എന്നാ പറയുന്നത്, സച്ച് ദാറ്റ് എ കോമ ബി കോമ സി എന്ന് പറയുന്നത് എവിടെ ഉണ്ടായിരിക്കണം, എയില് ഉണ്ടായിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഇനി എക്ക് n എലമെന്റ് ഉള്ളത് എന്നുണ്ടെങ്കിൽ, അതായത് എൻ ഓഫ് എ എന്ന് പറയുന്നത് n ആണെന്നുണ്ടെങ്കിൽ, ഇനിയിപ്പോ n വെച്ചിട്ട് കൺഫ്യൂഷൻ വേണ്ട, എൻ ഓഫ് എ ഈക്വൽ ടു സം പി എന്നാണ് പറയുന്നതെങ്കിൽ എൻ ഓഫ് എ ക്രോസ് എയില് എത്ര എലമെന്റ് ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എത്ര എലമെന്റ് ഉണ്ട് എന്ന് പറയണം, അതായത് പി ക്യൂബ് എലമെന്റ്സ് ഉണ്ടായിരിക്കും എന്ന്. ഓക്കെ ആണല്ലോ. ഇത്രയായിരുന്നു നമ്മുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. എന്ത് പറയാനുള്ള ബേസിക് കാര്യങ്ങള്, റിലേഷൻ പറയാനുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇനി നമ്മുടെ മെയിൻ ടോപ്പിക്കിലേക്ക് പോവാണ്. എന്താണ് നമ്മുടെ റിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. അടുത്ത് നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് പറയണേ, റിലേഷൻസ് എന്താണ്. ഓക്കെ, അപ്പൊ ഡെഫിനിഷൻ നേരെ വൃത്തിക്ക് ശ്രദ്ധിക്കുക കേട്ടോ. എ റിലേഷൻ ആർ ഫ്രം എ നോൺ എംപ്റ്റി സെറ്റ് എ to a non-empty set B is a subset of the Cartesian product A cross B. അല്ലെ, റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്തിന്റെ സബ്സെറ്റ് ആണെന്ന് പറയണം, A cross B എന്ന് പറയുന്നതിന്റെ സബ്സെറ്റ് ആണെന്ന് പറയണം. അപ്പൊ അവിടെ നിങ്ങൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം കേട്ടോ. എന്താ പറഞ്ഞത്, അതായത് ഈ റിലേഷന് എങ്ങനത്തെ സെറ്റുകളിൽ നിന്നാണ്, നോൺ എംപ്റ്റി സെറ്റ് എയിൽ നിന്ന് നോൺ എംപ്റ്റി സെറ്റ് ബിയിലോട്ടാണ്. ഓക്കെ, അപ്പൊ അവിടെ വേർഡുകൾ ശ്രദ്ധിക്കണം. അതായത് ചിലപ്പോൾ എംപ്റ്റി സെറ്റ് പറ്റുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്താ അവിടെ ഇല്ല. റിലേഷൻ എന്ന് പറയുന്നത് ആരുടെ സബ്സെറ്റ് ആണ്, എ ക്രോസ് ബിയുടെ സബ്സെറ്റ് ആണ്. അവിടെ റിലേഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എവിടെ നിന്നാണ്, നോൺ എംപ്റ്റി സബ്സെറ്റിൽ നിന്ന് ഒരു നോൺ എംപ്റ്റി സബ്സെറ്റിലേക്കാണ് നമ്മൾ പറയുന്നത്. ഇത്ര ക്ലിയർ ആണല്ലോ പറഞ്ഞത്, അതാണ് അവിടുന്ന് മനസ്സിലാക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം അല്ലെ. നമുക്കൊരു റിലേഷന്റെ എക്സാമ്പിൾ നോക്കാം. അപ്പൊ അവിടെ പറഞ്ഞിരിക്കുന്ന റിലേഷൻ ഇതൊരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. നമ്മളിപ്പോ പറഞ്ഞിരിക്കുകയാണ് കൺസിഡർ ദ സെറ്റ് അല്ലെ. എന്താ സെറ്റ് പറഞ്ഞിട്ടുള്ളത്, എ ഈക്വൽ ടു നമുക്ക് തന്നിട്ടുണ്ട്, എന്താ തന്നിട്ടുള്ളത് 1 2 3. ബി ഈക്വൽ ടു നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, 2 3 4 5 6 7 അല്ലെ. അപ്പൊ ഈ രണ്ട് സെറ്റും എന്ത് സെറ്റ് ആണ്, നോൺ എംപ്റ്റി സെറ്റ് ആണ് കേട്ടോ. എന്നിട്ട് നമ്മൾ ആർ എന്ന് പറയുന്ന ഒരു റിലേഷൻ എയിൽ ടു ബിയിലോട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. എങ്ങനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് നോക്കിക്കേ, ആർ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയർ എക്സ് കോമ വൈ such that y equal to 2x comma x element of a y element of b എന്നാണ് അല്ലെ. ഇപ്പൊ നമ്മുടെ ഇവിടെ റിലേഷൻ എന്താ പറഞ്ഞിട്ടുള്ളത്, y equal to 2x എന്ന് പറഞ്ഞാൽ എക്സ് എന്ന് എടുത്തു കഴിഞ്ഞാല് y എന്ന് പറയുന്നത് നമുക്ക് എന്തായിട്ട് മാറണം, 2x ആവണം. മാത്രം പോരാ, y എവിടുത്തെ എലമെന്റും ആയിരിക്കണം, ബിയിലെ എലമെന്റും ആയിരിക്കണം അല്ലെ. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ഇതിന് എന്ത് ഫോമിൽ എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്, റോസ്റ്റർ ഫോമിലോട്ട് എഴുതാൻ പറഞ്ഞിരിക്കുകയാണ് അല്ലെ. അപ്പൊ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടി ഉണ്ട് അല്ലെ. എന്താ നമുക്ക് ഈ തന്നിരിക്കുന്ന ഫോമിന് നമ്മൾ എന്ത് ഫോം എന്നാ പറയാ, ഈ റിലേഷൻ എങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, സെറ്റ് ബിൽഡർ ഫോമിലാണ് ഡിനോട്ട് ചെയ്തിരിക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ഇനി അതിനെ എന്തൊക്കെ എഴുതണം എന്നാ പറയുന്നത്, റോസ്റ്റർ ഫോമിക്ക്
ഫോമിലേക്ക് എഴുതണം എന്നുള്ളതാ പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇനി ഒരു കാര്യം മനസ്സിലാക്കാം കേട്ടോ. ഒരു റിലേഷനെ നമുക്ക് എങ്ങനെയൊക്കെ റെപ്രസെന്റ് ചെയ്യാം എന്നുള്ളതാണ് അല്ലെ. അപ്പൊ പറഞ്ഞു വെക്കുക, ഒരെണ്ണം നമ്മുടെ എന്താണ്, അതായത് റോസ്റ്റർ ഫോമിൽ നമുക്ക് ഡിനോട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഏത് ഫോമിൽ എഴുതാന്ന് പറയണം, അതായത് സെറ്റ് ബിൽഡർ ഫോമിലോട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിനെ റെപ്രസെന്റ് ചെയ്യാം. ഇനി വേറെ ഒരു കാര്യം കൂടി പറയുന്നത്, നമ്മൾ ആരോ ഡയഗ്രാം ഉപയോഗിച്ചിട്ട് ഇതാക്കാം എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. നമുക്കതൊക്കെ മുന്നോട്ട് പറയുമ്പോൾ പോവാം. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് ഈ റിലേഷൻ എങ്ങനെയാണ് നമുക്ക് ഇതിന്റെ റോസ്റ്റർ ഫോമിലേക്ക് എഴുതണം അല്ലെ. അപ്പൊ ഞാൻ ജസ്റ്റ് പറഞ്ഞു തരാം. നമ്മള് എക്സുകളെ എവിടെന്നാ ചൂസ് ചെയ്യുന്നത്, എക്സ് ചെയ്യുന്ന ചൂസ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ എക്സിന് ചൂസ് ചെയ്യാൻ പറ്റുന്ന വാല്യൂ എന്താണ്, 1 ആണ്. അപ്പൊ ഇതിന് വേണമെന്നുണ്ടെങ്കിൽ, ആറിന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. എക്സ് വൈനെ എങ്ങനെ മാറ്റി എഴുതാം, നമുക്ക് എക്സ് കോമ വൈക്ക് പകരം ഇനി എന്ത് റീപ്ലേസ് ചെയ്ത് എഴുതാം, 2x സച്ച് ദാറ്റ്. ഇപ്പൊ ഇവിടെ ഒറ്റ വേരിയബിൾ ഉള്ളൂ അല്ലെ, എക്സ് എവിടെ നിന്ന് എടുക്കണം, നമുക്ക് എയിൽ നിന്ന് എടുക്കണം എന്ന് പറയാൻ പറ്റും. ഓക്കെ, തന്നേനെ ഞാൻ ജസ്റ്റ് മാറ്റിയതാ കേട്ടോ. അപ്പൊ എക്സിന് ഞാൻ 1 കൊടുക്കുകയാണെങ്കിൽ, എക്സ് 1 കൊടുക്കുകയാണെങ്കിൽ y ഈക്വൽ ടു നമുക്ക് എന്ത് വരും, 2 into 1 വിച്ച് ഇസ് ഈക്വൽ ടു എന്ത് വരും, 2 എന്ന് പറയും അല്ലെ. ഓക്കെ, അതേപോലെ എക്സിന് 2 എന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ y ഈക്വൽ ടു നമുക്ക് എന്താ വരിക, 2 into 2 അല്ലെ. 2 into 2 എന്ന് പറഞ്ഞാൽ എത്ര വരും, 4. ഓക്കെ, ഇതൊക്കെ എവിടെ ഉണ്ട്, 2 എവിടെ ഉണ്ട്, 2 എന്ന് പറയുന്നത് ബി എന്ന് പറഞ്ഞ സെറ്റിലുണ്ട്, 4 എന്ന് പറയുന്നത് എവിടെ ഉണ്ട്, ബി എന്ന് പറയുന്ന സെറ്റിലുണ്ട്. ഇനി എക്സ് ഈക്വൽ ടു ഞാൻ 3 കൊടുത്തു കഴിഞ്ഞാല് y ഈക്വൽ ടു എന്താ എനിക്ക് ആൻസർ വരാം, 2 into 3 വിച്ച് ഈസ് ഈക്വൽ ടു 6. അത് എവിടെ ഉണ്ട്, ബിയിലുണ്ട്. അപ്പൊ നമ്മുടെ റിലേഷനിലുള്ള എലമെന്റ് 6 എന്ന് പറയുന്ന റിലേഷനിലുള്ള എലമെന്റുകൾ ആരൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയണം, ആദ്യത്തെ എലമെന്റ് എന്താ പറയാ, 1,2 അല്ലെ. രണ്ടാമത്തെ എലമെന്റ് നമുക്ക് എന്ത് പറയണം, 2,4. അടുത്ത എലമെന്റ് നമുക്ക് എന്ത് പറയണം, 3,6. ഓക്കെ ആണല്ലോ പറഞ്ഞേ. അപ്പൊ അതിന്റെ ഉള്ളിൽ എത്ര എലമെന്റ് ഉണ്ട്, നമുക്ക് 6ന്റെ ഉള്ളില് 3 എലമെന്റ് ഉണ്ട്. അപ്പൊ അതാണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന പ്രകാരം. ഓക്കെ, ഓക്കെ, അപ്പൊ നമ്മൾ അതിനെ ഒന്നുകൂടിയും കൃത്യമായിട്ട് ഞാൻ പറയാം. അപ്പൊ നമ്മളിതാ പറഞ്ഞത്, എക്സിന് നമുക്ക് അതൊന്നും കൂടി ടാബ്ലേറ്റ് ചെയ്തിട്ട് പറഞ്ഞിരിക്കാം കേട്ടോ. എക്സിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വാല്യൂസ് ഏതൊക്കെയായിരുന്നു എന്നാ പറഞ്ഞത്, ഒന്നുകൂടിയും പറയാം. 1 കൊടുക്കാം, 2 കൊടുക്കാം, 3 കൊടുക്കാം. അപ്പൊ നമ്മൾ y കമ്പ്യൂട്ട് ചെയ്തു. y കമ്പ്യൂട്ട് ചെയ്താൽ പോരാ, ആ y എവിടെ ഉണ്ടോ നോക്കണം, ബിയിൽ ഉണ്ടോ നോക്കണം. ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഓർഡേർഡ് പെയർ ഇവിടെ ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇൻ കേസ് ഇവിടെ 6 എന്ന് പറയുന്നത് ആ ബി എന്ന് പറയുന്ന സെറ്റിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നില്ലേ വിചാരിച്ചോ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏത് ഓർഡേർഡ് പെയർ എഴുതാൻ പറ്റില്ല, 3,6 അവിടെ എഴുതാൻ പറ്റില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം കേട്ടോ. അപ്പൊ നമ്മുടെ റിലേഷന്റെ ഉള്ളിൽ റിലേഷൻ എന്ന് പറയുന്നത് നമുക്ക് കിട്ടി. എന്തായിരുന്നു നമ്മുടെ റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്നിട്ടുള്ളത്, അതായത് 6 ഈക്വൽ ടു 1 2 2 4 3 6 എന്ന് പറഞ്ഞത്. ഓക്കെ ആണല്ലോ പറഞ്ഞത്. ഇനി ഒരു നോട്ടാണ്, ആ നോട്ട് കൂടിയും ജസ്റ്റ് ഒന്ന് പറയാൻ കേട്ടോ. അതായത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. എന്താ നോട്ട് പറഞ്ഞിട്ടുള്ളത്, ഇൻ ദിസ് റിലേഷൻ ദ ഇമേജ് ഓഫ് 1 in A is the element 2 of the set B. Image of 2 in A, the element okay, the image of 2 in A is the element 4 of set B, and the image of 3 in A is the element of 6 of the set B. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, നമ്മളിവിടെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ബി, ആൻസർ കിട്ടുന്ന ബി എന്ന് പറയുന്നത് എവിടെ ഉണ്ടായേ പറ്റുള്ളൂ, ബി എന്ന് പറയുന്ന സെറ്റിൽ ഉണ്ടായിരിക്കണം. അതാണ് അവിടുത്തെ നോട്ടായിട്ട് ശ്രദ്ധിക്കാൻ പറയേണ്ട ഒരു കാര്യം. ഓക്കെ ആണല്ലോ പറഞ്ഞത്. ഇനി നമുക്ക് അടുത്ത ടോപ്പിക് ഡിഫൈൻ പറയാനുള്ളത് എന്താണ്, റേഞ്ച്, ഡൊമൈൻ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ മുന്നേ ഞാൻ 1-2 നോട്ട് കൂടി നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് ഫൈ എന്ന് പറയുന്നത് ഒരു റിലേഷൻ ആണോ എന്ന് നമുക്ക് ചോദ്യം വരാം അല്ലെ. അപ്പൊ അതൊരു റിലേഷൻ ആണ്. അതായത് നമുക്ക് ഒരു നോട്ടായിട്ട് ഞാൻ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം കേട്ടോ. അതായത് എം ടി സെറ്റ് എന്ന് പറയുന്നത് ഏതൊരു സെറ്റിന്റെയും സബ്സെറ്റ് ആണ് അല്ലെ. അപ്പൊ നമുക്ക് എന്താ പറയാൻ പറ്റാം, ഫൈ ഈസ് എ സബ്സെറ്റ് ഓഫ് എവറി സെറ്റ്. അങ്ങനെയാണെങ്കിൽ ഫൈ ആരുടെ സബ്സെറ്റും ആയിരിക്കും, എ ക്രോസ് ബിയുടെ സബ്സെറ്റും ആയിരിക്കില്ലേ, ആയിരിക്കും അല്ലെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫൈ എന്ന് പറയുന്നത് ഒരു റിലേഷൻ ആണെന്ന് പറയാൻ പറ്റും അല്ലെ. എവിടുന്ന് എവിടേക്ക്, എയിൽ നിന്ന് ബിയിലോട്ടുള്ള ഒരു റിലേഷൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ ആണോ അത്രയും പറഞ്ഞത്? ഓക്കെ, അപ്പൊ നമ്മൾ പറയേണ്ട കാര്യം ഇത്രയാണ്. എന്താണ്, ഫൈ ഈസ് എ റിലേഷൻ ഫ്രം എ ടു ബി അല്ലെ. ഫൈ എന്ന് പറയുന്നത് ഒരു റിലേഷൻ ആണ്. എവിടുന്ന് എവിടേക്കുള്ളതാണ്, എയിൽ നിന്ന് ബിയിലോട്ടുള്ള ഒരു റിലേഷൻ ആണ്. ഈ റിലേഷൻ ഒരു പേരുണ്ട്, ആ പേര് നിങ്ങളൊന്ന് ആലോചിച്ച് വെക്കണം. ഒന്നല്ലെങ്കിൽ ഇതിനെ എന്ത് റിലേഷൻ എന്ന് പറയും, നമ്മള് എം ടി റിലേഷൻ എന്ന് പറയും. ഓക്കെ, എന്താ പറയാ, എം ടി റിലേഷൻ. അല്ലെങ്കിൽ വേറൊരു പേരാണ് നമ്മുടെ വോയിഡ് റിലേഷൻ. ഓക്കെ, ഓരോ പേരുകളാണ് ഓർത്ത് വെക്കണം കേട്ടോ. എം ടി റിലേഷൻ, വോയിഡ് റിലേഷൻ,
ഓർ നൾ റിലേഷൻ. ഓക്കെ ആണല്ലോ പറഞ്ഞത്. അപ്പൊ ഈ ഫൈ എന്ന് പറയുന്നത് എന്താന്ന് പറയുന്നത്, എംപ്റ്റി സെറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഒരു റിലേഷൻ ആണ്. എവിടുന്ന് എവിടേക്കാണ്, എയിൽ നിന്ന് ബിയിലോട്ടുള്ള ഒരു റിലേഷൻ ആണ്. ആ റിലേഷൻ എന്ത് പേരിട്ട് വിളിക്കുന്ന പറഞ്ഞത്, എംപ്റ്റി റിലേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വോയിഡ് റിലേഷൻ, അല്ലെങ്കിൽ നമ്മൾ അതിന് എന്ത് പറയും, നൾ റിലേഷൻ എന്നുള്ളത് കൂടി പറയും. ഓക്കെ, അപ്പൊ ഇതൊന്ന് ഓർത്ത് വെക്കണം കേട്ടോ. അപ്പൊ ഇനി വീണ്ടും നമുക്കൊരു കാര്യം അറിയുന്ന ഒരു കാര്യമാണ്, ഏതൊരു സെറ്റും ഇറ്റ്സെൽഫ് എ സബ്സെറ്റ് ആണ് അല്ലെ. ഏതൊരു സെറ്റ് ആ സെറ്റിന്റെ തന്നെ സബ്സെറ്റ് ആണ് അല്ലെ. എ ഈസ് എ സബ്സെറ്റ് ഓഫ് എ, ബി ഈസ് എ സബ്സെറ്റ് ഓഫ് ബി എന്നൊക്കെ പറയുന്നത്. അപ്പൊ നമുക്ക് എ ക്രോസ് ബി എന്ന് പറയുന്നത് ആരുടെ സബ്സെറ്റ് തന്നെ ആയിരിക്കും, ഈസ് എ സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി തന്നെ ആയിരിക്കും അല്ലെ. അതായത് എ ക്രോസ് ബി എന്ന് പറയുന്നത് ആരുടെ സബ്സെറ്റ് തന്നെ ആയിരിക്കും, എ ക്രോസ് ബി ആണ്. അങ്ങനെയാണെങ്കിൽ എ ക്രോസ് ബി ഒരു റിലേഷൻ ആണോ എയിൽ നിന്ന് ബിയിലോട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയണം, ആണ്. അപ്പൊ ഒരു റിലേഷൻ ആണ് എ ക്രോസ് ബി എന്ന് പറയുന്നത്. ഈസ് എ, എന്താണ് ഇത് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ, ഈസ് എ റിലേഷൻ ഫ്രം, എവിടുന്ന് എവിടേക്കാണ് എന്ന് പറയണം, ഫ്രം എ ടു ബി അല്ലെ. അപ്പൊ എ ക്രോസ് ബി എന്ന് പറയുന്നത് എയിൽ നിന്ന് ബിയിലോട്ടുള്ള എന്താണെന്ന് പറയേണ്ടത്, ഒരു റിലേഷൻ ആണ്. അപ്പൊ ഈ റിലേഷൻ ഒരു പേര് പറയും, ആ റിലേഷൻ ആണ്, അതും ഒന്ന് ഓർത്ത് വെക്കണം, യൂണിവേഴ്സൽ റിലേഷൻ. ഓക്കെ, എന്താ പറയേണ്ടത്, യൂണിവേഴ്സൽ റിലേഷൻ. ഓക്കെ ആണല്ലോ പറഞ്ഞത്. അപ്പൊ ഇത്ര കാര്യം പറഞ്ഞത്. എ ക്രോസ് എ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, സോറി, എ ക്രോസ് ബി എന്ന് പറയുന്നത് ഒരു റിലേഷൻ ആണ്. ആ റിലേഷന്റെ പേരാണ് എന്ത് റിലേഷൻ എന്ന് പറയണം, യൂണിവേഴ്സൽ റിലേഷൻ. ഓക്കെ, ഇപ്പൊ നമ്മൾ റിലേഷൻ എന്താന്ന് പഠിച്ചു, രണ്ട് ടൈപ്പ് റിലേഷൻ പഠിച്ചു. ഒരെണ്ണം ആദ്യം പറഞ്ഞത് എംപ്റ്റി റിലേഷൻ, അല്ലെങ്കിൽ അതിന്റെ മറ്റൊരു പേരെന്താന്ന് പറഞ്ഞേ, വോയിഡ് റിലേഷൻ, അല്ലെങ്കിൽ അതിന്റെ മറ്റൊരു പേരാണ് നൺ റിലേഷൻ. എ ക്രോസ് ബി എന്ന് പറയുന്ന ഒരു റിലേഷൻ ആണ്. എവിടുന്ന് എവിടേക്ക്, എയിൽ നിന്ന് ബിയിലോട്ട്. അതിന് നമ്മൾ എന്ത് റിലേഷൻ എന്ന് പറയുന്ന പറഞ്ഞേ, യൂണിവേഴ്സൽ റിലേഷൻ എന്നുള്ളത് കൂടി പേര് പറയും. ഓക്കെ ആണോ പറഞ്ഞത്. അപ്പൊ ആ ഒരു കാര്യം കൂടി നിങ്ങൾ അവിടെ ശ്രദ്ധിക്കണം. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് പറയാൻ പോണേ ഇനിയാണ് കേട്ടോ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒരു റിലേഷന്റെ ഡൊമൈന്, റേഞ്ച്, കോഡൊമൈൻ ഒക്കെ എന്താണെന്ന് നമുക്ക് പറയാം അല്ലെ. അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേർഡുകൾ ഏതൊക്കെയാന്ന് പറയണം, ഡൊമൈന്, റേഞ്ച്, അതേപോലെ തന്നെ ആരെയെന്ന് പറയണം, കോഡൊമൈൻ എന്ന് പറയാം. ഓക്കെ ആണല്ലേ പറഞ്ഞേ. അപ്പോ നമ്മൾ ഒരു റിലേഷൻ എഴുതില്ലേ അല്ലെ, റിലേഷൻ എഴുതി കഴിഞ്ഞാല് സെറ്റ് ഓഫ് ഓൾ ഫസ്റ്റ് എലമെന്റ് ഓഫ് ദി അല്ലെ, സെറ്റ് ഓഫ് ഓൾ ഫസ്റ്റ് എലമെന്റ്സ് ഓഫ് ദി ordered pair in the relation R from the set A to B is called the domain അല്ലെ. അതിന് നമ്മൾ എന്ത് പറയുന്ന പറഞ്ഞ, ഡൊമൈൻ എന്ന് പറയും. ഓക്കെ, അപ്പൊ എത്ര കാര്യമാണ് ആലോചിക്കേണ്ടത്, എന്താണ്, the set of all first element of the ordered pairs in the relation, sorry, in a relation R from a set A to B is called domain. ഓക്കെ, അപ്പൊ ഇത് ശ്രദ്ധിക്കേണ്ട കേട്ടോ, ഏത് വേർഡാണ്, ഡൊമൈൻ. അതേപോലെ തന്നെ second elements in the relation R from a set A to B is called the range of the relation അല്ലെ. ഇപ്പൊ നമ്മൾ ordered pair എ ബി എന്ന് എഴുതണമെങ്കിൽ ആ എ എന്ന് പറയുന്ന ഇതിലുള്ളത്, സോറി, ഓർഡേഡ് പെയർ എ ബി. അപ്പൊ എയുടെ കളക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡൊമൈൻ എന്ന് പറയുന്നത്. ബികളുടെ കളക്ഷനെ നമ്മൾ അതിന് എന്ത് പറയും, റേഞ്ച് എന്ന് പറയും. ഇനി നമ്മൾ റിലേഷൻ എവിടുന്ന് എവിടേക്കാന്നാ പറഞ്ഞത്, എയിൽ നിന്ന് ബിയിലോട്ടാന്നാ പറഞ്ഞത് അല്ലെ. അപ്പൊ ബിയിലുള്ള എല്ലാ എലമെന്റ്സിനെയും നമ്മൾ എന്താ പറയാന്ന് പറയണത്, കോഡൊമൈൻ ഓഫ് ദ റിലേഷൻ. അതിന്റെ സെറ്റ് ബി ഈസ് കോൾഡ് ദി കോഡൊമൈൻ ഓഫ് ദ റിലേഷൻ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മളെ പ്രീവിയസ് ആയിട്ട് പറഞ്ഞ ആ ഒരു എക്സാമ്പിളിലേക്ക് പോവാട്ടോ. എന്താ നമ്മൾ പ്രീവിയസ് ആയിട്ട് പറഞ്ഞ എക്സാമ്പിൾ ഇതല്ലേ, നമ്മുടെ റിലേഷൻ ഉണ്ടായിരുന്നേ. അപ്പൊ ഈ റിലേഷന്റെ റേഞ്ചും കോഡൊമൈനും നമ്മളോട് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയണം, അതായത് R എന്ന് പറയുന്നത് എന്താണ്, ഇതാണ് അല്ലെ. അപ്പൊ ഈ ഫസ്റ്റ് എലമെന്റുകളെ മുഴുവൻ എടുത്ത് വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിന് എന്ത് പറഞ്ഞായിരുന്നു, ഡൊമൈൻ എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഡൊമൈൻ ഈക്വൽ ടു നമ്മൾ എന്താ പറയണം, സെറ്റ് 1 2 3 എന്ന് പറയണം. ഓക്കെ ആണല്ലോ പറഞ്ഞേ. റേഞ്ച് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏതൊക്കെയാ പറയണ്ടേ, സെക്കൻഡ് എലമെന്റുകൾ അല്ലെ. ഏതൊക്കെയാ നമ്മുടെ സെക്കൻഡ് എലമെന്റ് എന്ന് പറഞ്ഞേ, 2 4 6 എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ എന്ത് പറയണം, 2 4 6 എന്ന് പറയണം. ഓക്കെ ആണല്ലോ പറഞ്ഞേ. ഇനി ഒരാൾ കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, എന്താ ആളുടെ പേര്, കോഡൊമൈൻ അല്ലെ. കോഡൊമൈൻ എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞേ, ബി എന്ന് പറഞ്ഞ സെറ്റ് മുഴുവൻ അല്ലെ. അപ്പൊ കോഡൊമൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാ പറഞ്ഞ, ബി ഈക്വൽ ടു 2 3 4 5 6 7. അതിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞിരിക്കുന്നത്, അതായത് കോഡൊമൈൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ പറഞ്ഞത്. ഓക്കെ, ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം കേട്ടോ. അതായത് അടുത്ത എക്സാമ്പിൾ,
അപ്പോ നമുക്കിവിടെ എന്ത് തന്നിട്ടുണ്ട്? ഒരു റിലേഷൻ തന്നിട്ടുണ്ട്. ആ റിലേഷൻ തന്നിട്ട് നമ്മളോട് അതിന് എന്ത് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്? അതായത് അതിന്റെ ഡൊമൈന്, റേഞ്ച്, അതേപോലെ ആരൊക്കെ എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്? കോഡൊമൈൻ. ഇത്രയും കാര്യങ്ങൾ എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. ഓക്കെ. അപ്പൊ നമ്മുടെ റിലേഷൻ ഇതാണ്. എവിടുന്ന് എവിടുന്ന് എവിടൊക്കെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? എയിൽ നിന്ന് ബിയിലോട്ട് അല്ലെ? ഇപ്പൊ എ എന്ന് പറഞ്ഞ സെറ്റിന്റെ ഉള്ളിൽ ആരൊക്കെയാ ഉള്ളത്? 2, 4, 6. ബി എന്ന് പറയുന്ന സെറ്റിന്റെ ഉള്ളിൽ ആരൊക്കെയാ ഉള്ളത്? 1, 2, 3, 4 അല്ലെ? അപ്പോ റിലേഷൻ എങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നു? ആർ ഈസ് ഈക്വൽ ടു കളക്ഷൻ ഓഫ് ഓൾ ഓർഡേർഡ് പെയേഴ്സ് 2, 4, 4, 1, 4, 3 അല്ലെ? അപ്പൊ ഇതിലെ ഫസ്റ്റ് എലമെന്റുകളെയാണ് നമ്മൾ എന്ത് എടുത്തിട്ട് വരയ്ക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാറ്? ഡൊമൈൻ എന്ന് പറയാം അല്ലെ? ഇപ്പൊ ഫസ്റ്റ് എലമെന്റുകൾ എടുക്കുമ്പോൾ ഇതിന്റെ ഡൊമൈനിൽ ആരൊക്കെ ഉണ്ടാവുള്ളൂ? 2, 4, 4 അല്ലെ? ഇപ്പൊ ഡൊമൈനിൽ ആരൊക്കെ ഉണ്ടായിരിക്കുള്ളൂ എന്ന് പറയണം നമ്മള്? 2, 4, 4 എന്ന് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ എന്ന് പറയാം അല്ലെ? ഇനി അതേപോലെ തന്നെ നമ്മൾ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യമാണ് റേഞ്ച് എന്താന്ന് അല്ലെ? റേഞ്ച് പറഞ്ഞാൽ എന്താ? സെക്കൻഡ് എലമെന്റ്. സെക്കൻഡ് എലമെന്റുകൾ നോക്കിക്കേ, ഇവിടെ ആരൊക്കെ സെക്കൻഡ് എലമെന്റുകൾ ഉണ്ടായിരുന്നേ? അതായത് 4 ഉണ്ടായിരുന്നു, 1 ഉണ്ടായിരുന്നു, 3 ഉണ്ടായിരുന്നു അല്ലെ? അപ്പൊ റേഞ്ചിന് നമ്മൾ എന്ത് പറയണം? 4, 1, 3 എന്ന് പറയുന്നതാണ് നമ്മുടെ റേഞ്ച്. ഇനി എന്താ കോഡൊമൈൻ എന്ന് വെച്ചാല്, അതായത് ബി എന്ന് പറയുന്ന ഫുൾ സെറ്റിനെയാണ് നമ്മൾ എന്ത് പറയാം? കോഡൊമൈൻ എന്ന് പറയാം അല്ലെ? അപ്പൊ സെറ്റ് 1, 2, 3, 4 അത് ആ ഫുൾ സെറ്റിനെയാണ് നമ്മൾ എന്ത് പറയേണ്ടത്? കോഡൊമൈൻ എന്ന് പറയുന്നത്. അത്രയും ഭാഗവും ഓക്കെ ആണല്ലോ പറഞ്ഞത്? ഓക്കെ, അതും മനസ്സിലായിട്ടുണ്ട് വിചാരിക്കുന്നു. എളുപ്പമുള്ള ഒരു ടോപ്പിക് ആണ്. അപ്പൊ അതൊന്നൊക്കെ ഓർത്ത് വെക്കണം കേട്ടോ. എന്താ റേഞ്ച്, എന്താ ഡൊമൈൻ, എന്താ കോഡൊമൈൻ, എന്താ എന്നുള്ള കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കണം. ഇനി നമുക്ക് നേരത്തെ തന്നത് എന്ത് ഫോമാണെന്നാ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? നേരത്തെ തന്ന റിലേഷൻ നമുക്ക് എങ്ങനെ തന്നിട്ടുണ്ടായിരുന്നു? റോസ്റ്റർ ഫോമില തന്നിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് തന്നിരിക്കുകയാണ് റിലേഷൻ തന്നിരിക്കുന്ന ഏത് ഫോമില നോക്കിക്കേ, ഇവിടെ സെറ്റ് ബിൽഡർ ഫോമിലാണ് തന്നിട്ടുള്ളത്. അപ്പോ സെറ്റ് ബിൽഡർ ഫോമിൽ തന്നു കഴിഞ്ഞാൽ റിലേഷനെ നമ്മൾ എന്തൊക്കെ ആക്കി മാറ്റണം? അതായത് റോസ്റ്റർ ഫോമിക്ക് ആക്കി എഴുതി മാറ്റണം. റോസ്റ്റർ ഫോമിക്ക് എഴുതി മാറ്റിയാലാണ് നമുക്ക് ഓർഡേർഡ് പെയർ എ ബി എന്ന് പറഞ്ഞ കളക്ഷൻ ആയിട്ട് ഇട്ടാൽ, എന്നാലാണ് നമുക്ക് ഫസ്റ്റ് പ്ലേസിലുള്ള അതായത് ഫസ്റ്റ് എലമെന്റ്സിനൊക്കെ പെറുക്കി എടുത്ത് എഴുതിയിട്ട് അതിന്റെ ഡൊമൈനെ സെക്കൻഡ് എലമെന്റ്സിനൊക്കെ നമ്മൾ ചൂസ് ചെയ്തിട്ട് നമ്മൾ അതിന്റെ എന്ത് പറയും? റേഞ്ച് ആണ് എന്നൊക്കെ പറയാറ് അല്ലെ? അപ്പോ ഇവിടെ റിലേഷൻ നോക്കണം. റിലേഷൻ പറഞ്ഞിരിക്കുന്നത് എങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? നമുക്ക് ഇവിടെ റിലേഷൻ ഓൺ എ എന്ന് പറയുന്ന സെറ്റിന്റെ ഉള്ളിലാണ് നമ്മൾ റിലേഷൻ ഡിഫൈൻ ചെയ്യുന്നത്. എ എവിടുന്ന് മുതൽ എവിടം വരെയാ പറഞ്ഞ മക്കളെ? 1 മുതൽ 14 വരെയുള്ള എലമെന്റ്സ് ആണ് എ എന്ന് പറഞ്ഞ സെറ്റിലുള്ളത്. ഓക്കെ, അപ്പൊ ഇവിടെ 6 ഡിഫൈൻ ചെയ്തിരിക്കുന്നത് നോക്കാം. 6 പറഞ്ഞിരിക്കുകയാണ് സെറ്റ് ഓഫ് ഓൾ എക്സ് വൈ സച്ച് ദാറ്റ് 3x - y = 0. ഓക്കെ, ഈ എക്സും വൈ ഒക്കെ എവിടുന്ന് എടുത്തിട്ടുള്ളത് എന്ന് പറഞ്ഞിരിക്കുന്നത് എ എന്ന് പറയുന്ന സെറ്റിന്റെ ഉള്ളിൽ. അപ്പൊ നമുക്ക് ഓർഡേർഡ് പെയേഴ്സ് എക്സ് വൈ ആണ് അവിടെ ഉള്ള ആറിന്റെ ഉള്ളിലുള്ള. പക്ഷെ ആ എക്സും വൈയും റിലേഷനിൽ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അവ ഏത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം എന്നാ പറഞ്ഞിട്ടുള്ളത്? 3x - y that will be equal to 0 എന്ന് പറയാം അല്ലെ? അപ്പൊ ഞാൻ ജസ്റ്റ് ഇതിനെ ഒന്നുകൂടി മാറ്റിയത് നമ്മുടെ കയ്യിൽ അവിടെ തന്നിട്ടുണ്ട് അല്ലെ? എന്താ കണ്ടീഷൻ ഉള്ളത്? 3x - y = 0 എന്ന് പറഞ്ഞു അല്ലെ? അപ്പൊ ഞാൻ ഈ -y അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് എന്തായിട്ട് മാറും? 3x = എന്ത് പറയാ നമുക്ക്? y എന്ന് പറഞ്ഞൂടെ അല്ലെ? അപ്പൊ 3x = y എന്ന് നമ്മളവിടെ പറഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി ഈ റിലേഷനെ ആറിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? സെറ്റ് ഓഫ് ഓൾ എക്സ് കോമ വൈക്ക് പകരം എന്ത് ചെയ്താം? y = എന്താ ഇവിടെ പറഞ്ഞിട്ടുള്ളത്? 3x എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ y = ഞാൻ എന്തെടുക്കണം? 3x സച്ച് ദാറ്റ്. ഇപ്പൊ 2 വേരിയബിൾ ഉണ്ടായിരുന്നു, അത് എത്ര വേരിയബിളിലോട്ട് റെഡ്യൂസ് ചെയ്യപ്പെട്ടു? ഒരൊറ്റ വേരിയബിളിലോട്ട് റെഡ്യൂസ് ചെയ്തു. ഈ എക്സ് എവിടുന്ന നമുക്ക് എടുക്കേണ്ടത്? എക്സ് എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന സെറ്റിന്റെ ഉള്ളിൽ നിന്നാണ് നമുക്ക് എന്ത് എടുക്കേണ്ടത്? എക്സ് എടുക്കേണ്ടത്. ഓക്കെ, ഇപ്പൊ മനസ്സിലാവുന്നുണ്ടല്ലോ മക്കളെ? ഇപ്പൊ നമ്മൾ പറയുന്നത് എക്സ് എലമെന്റ് ഓഫ് എ. എക്സ് എവിടെ ഉണ്ട്? എ എന്ന് പറയുന്ന അതിന്റെ ഉള്ളില് ഉണ്ട്. ഇത്രയും ഭാഗങ്ങൾ മനസ്സിലായിട്ടുണ്ടല്ലോ? ഓക്കെ, അപ്പൊ ഇനി പറഞ്ഞേ, എക്സിന് നമ്മൾ എന്ത് കൊടുക്കുക? എക്സിന് 1 കൊടുത്തു കഴിഞ്ഞാല് y എന്തെടുക്കണം? 3x. അപ്പൊ 3 × 1. അപ്പൊ 3 × 1 പറഞ്ഞാൽ എന്ത് വരും? നമുക്ക് 3 വന്നു അല്ലെ? ഇനി അടുത്ത എക്സിന് ഞാൻ 2 എടുത്ത് കൊടുത്താല് സെക്കൻഡ് എലമെന്റ് എന്ത് വരും? 3 × 2. 3 × 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിട്ട് മാറി? 6 ആയിട്ട് മാറി അല്ലെ? ഇനി അടുത്തത് ഇതൊക്കെ എന്തിന്റെ ഉള്ളത്തെ എലമെന്റ് നമ്മൾ എഴുതണേ? 6ന്റെ ഉള്ളത്തെ, അതായത് നമ്മുടെ റിലേഷൻ അല്ലെ? ഇനി എനിക്ക് 3 എവിടെ ഉണ്ട്? എയിലുണ്ട്. 3 എടുത്തു കഴിഞ്ഞാല് അടുത്ത എലമെന്റ് നമുക്ക് എന്തായിട്ട് നമുക്ക്, അതായത് 3 × 3 9 എന്ന് പറഞ്ഞു. ഓക്കെ, അടുത്തത് ആര് നമ്മൾ എടുക്കണം? 4 എടുക്കണം. 4 എടുത്തു കഴിഞ്ഞാൽ എന്താ വരിക? 4 × 3. 4 × 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 12. ഇനി 5 ഉണ്ട് അല്ലെ? 5 എടുത്താല് നമുക്ക് ഏതാ എലമെന്റ് ഇട്ട്? 5 × 3 15 എന്ന് വരും അല്ലെ? അടുത്ത ഒരാൾ കൂടി നമുക്ക് നോക്കാം. 6 എടുത്തു കഴിഞ്ഞാൽ എന്താ? 18 എന്ന് വരും. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഓർഡേർഡ് പെയർ
എ കോമ അല്ലെങ്കിൽ എക്സ് കോമ വൈ, എക്സും വൈ എവിടെ ഉണ്ടായിരിക്കണം? എയുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം അല്ലെ. അപ്പൊ ഞാൻ ഈ 5,15 ഓക്കെ ഇത് നോക്കട്ടോ. 5,15 ഇവിടെ എഴുതി, ഞാൻ മനഃപൂർവ്വം എഴുതി തന്നെയാണ്. എഴുതി കഴിഞ്ഞാൽ 15 എന്ന് പറയുന്ന എലമെന്റ് ഇതിന്റെ ഉള്ളിൽ ഇല്ല, അതായത് എയുടെ ഉള്ളിൽ ഉണ്ടോ? ഇല്ല അല്ലെ. അപ്പൊ ഈ പേര് നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റുമോ? എടുക്കാൻ പറ്റില്ല. അടുത്ത എലമെന്റ് നോക്കിക്കേ, സെക്കൻഡ് എലമെന്റ്. ഫസ്റ്റ് എലമെന്റ് എവിടെ ഉണ്ട്? എയുടെ ഉള്ളിലുണ്ട്, അത് ഓക്കെയാണ് അല്ലെ. പക്ഷെ 18 എന്ന് പറയുന്ന എലമെന്റ് ഇതിന്റെ ഉള്ളിൽ ഉണ്ടോ? ഇല്ല അല്ലെ. അപ്പൊ ഏത് എലമെന്റും എടുക്കാൻ പറ്റില്ല, ഇത് എടുക്കാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ റിലേഷന്റെ ഉള്ളിൽ ആര് മാത്രമേ എലമെന്റ് ഉണ്ടാവുള്ളൂ? 1 3 2 6 3 9 4 12 എന്ന് പറയുന്നത് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ അല്ലെ. ഓക്കെ, അപ്പൊ അതാണ് താഴെ ഒന്നുകൂടി ഒരു ടാബുലാർ ഫോം ഒക്കെ ടാബിളൊക്കെ വെച്ചിട്ട് കുറച്ചുകൂടി വൃത്തിക്ക് പറഞ്ഞിട്ടുണ്ട്. നമുക്കതൊന്ന് നോക്കാം. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞിട്ടുള്ളത്? ഞാൻ ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്താട്ടോ. നേരത്തെ പറഞ്ഞത് തന്നെയാണ്. 3x - y = 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേഗം എങ്ങനെ എഴുതാൻ പറ്റും? y = 3x. അപ്പോ എക്സിന് എടുക്കാൻ പറ്റുന്ന വാല്യൂസ് എന്ന് പറഞ്ഞു, എക്സിന് ഇവിടെ മുതൽ എവിടെ വരെ വാല്യൂസ് എടുക്കായിരുന്നു? 1 മുതൽ 14 വരെ വാല്യൂസ് എടുക്കായിരുന്നു. അപ്പൊ നമ്മൾ y കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഇതൊക്കെയാണ് y വാല്യൂസ് വരിക കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ x1 എടുത്ത y എന്ത് വരും? 3 × 1. x2 എടുത്ത y എന്ത് വരും? 3 × 2. പക്ഷെ അവിടെ ശ്രദ്ധിക്കണം, നമ്മള് എക്സും വൈ ഒക്കെ എവിടെ തന്നെ ഉണ്ടാവണം? എയിൽ ഉണ്ടായിരിക്കണം. പക്ഷെ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഒരു മിനിറ്റ്, ഓക്കെ, എന്തില്ല, അതായത് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള വാല്യൂസ് ഒന്നും എന്തില്ല, ഇവിടുന്ന് താഴത്തോട്ട് വരുന്ന ഒരു വാല്യൂസ്, എ വാല്യൂസ് എവിടെ ഉണ്ട്? അതായത് എക്സ് വാല്യൂസ് എവിടെ ഉണ്ട്? എയിലുണ്ട്. ബട്ട് വൈ വാല്യൂസ് ഏതൊക്കെ? ഈ 15 18 48 ഒന്നും എവിടെ ഇല്ല, അവിടെ ഇല്ല. അപ്പൊ നമ്മൾ കോമ്പറ്റേറ്റീവ് ടൈപ്പ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഐഡന്റിഫൈ ചെയ്യണം. ഇവിടെ നിങ്ങളുള്ള എലമെന്റ്സ് ഒന്നും നമ്മൾ എന്ത് ചെയ്യരുത്, എഴുതി നോക്കാനുള്ള സമയം ഉണ്ടാവരുത്. ഓക്കെ ആണല്ലോ പറഞ്ഞത്. അപ്പോ നമുക്ക് എന്ത് കിട്ടി? നമ്മുടെ റിലേഷന്റെ ഉള്ളില് ആരൊക്കെ ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയണം? r = അല്ലെ. എങ്ങനെ r = എഴുതാം? നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? r എന്താന്ന് നോക്കാനാണോ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്? അല്ല, ഡൊമൈനും റേഞ്ചും അതേപോലെ തന്നെ കോഡൊമൈൻ എന്തൊക്കെയാ നോക്കലായിരുന്നു അല്ലെ. അപ്പോ നമ്മൾ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. മിസ് അത് ഇവിടെ ഒന്ന് കൺക്ലൂഡ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. r = എന്താ കിട്ടിയിട്ടുള്ളത്? 1 3 2 6 3 9 4 12 എന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഇപ്പൊ ഫസ്റ്റത്തെ ഡൊമൈൻ എന്താ പറഞ്ഞേ? ഫസ്റ്റ് എലമെന്റുകളുടെ കളക്ഷൻ അല്ലെ. ഇപ്പൊ ഇവിടുത്തെ ഫസ്റ്റ് എലമെന്റുകൾ ആരൊക്കെ പറഞ്ഞേ? 1 ഉണ്ട്, പിന്നെ ആരുണ്ട്? 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട് അല്ലെ. അപ്പൊ ആ ഫസ്റ്റ് എലമെന്റുകളുടെ കളക്ഷൻ ആണ് ആര് വരിക? ഡൊമൈൻ വരിക അല്ലെ. അപ്പൊ ഡൊമൈൻ്റെ ഉള്ളിൽ എന്താ ഉള്ളത്? സെറ്റ് 1 2 3 4 എന്ന് പറഞ്ഞു. ഓക്കെ ആണല്ലോ പറഞ്ഞേ. റേഞ്ച് എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? സെക്കൻഡ് എലമെന്റുകളുടെ കളക്ഷൻ അല്ലെ. ഏതൊക്കെയായിരുന്നു സെക്കൻഡ് എലമെന്റ്സ് നോക്കിക്കേ. അതായത് ഇവിടുത്തെ സെക്കൻഡ് എലമെന്റ് ഏതായിരുന്നു? 3 ആണ്. സെക്കൻഡ് എലമെന്റ് 6, അതേപോലെ തന്നെ തേർഡ് എലമെന്റ് 9, ഇവിടുത്തെ സെക്കൻഡ് എലമെന്റ് 12 അല്ലെ. അപ്പൊ റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്ത് എഴുതണം? 3 6 9 12 എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ അതാണ് നമ്മുടെ അവിടുത്തെ എന്തായിട്ട് മാറി? റേഞ്ച് ആയിട്ട് മാറി. ഇനി കോഡൊമൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമ്മുടെ റിലേഷൻ എവിടുന്ന് എവിടേക്കായിരുന്നു? റിലേഷൻ ആർ ഫ്രം എവിടുന്ന് എവിടേക്കായിരുന്നു? എ ടു എ അല്ലെ. എയിൽ നിന്ന് എവിടേക്ക് തന്നെ ഉള്ളതായിരുന്നു? എയിലോട്ട് തന്നെ ഉള്ളതായിരുന്നു നമ്മുടെ റിലേഷൻ അല്ലെ. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ കോഡൊമൈൻ എന്ന് പറയുന്നത് എന്താന്ന് പറഞ്ഞിട്ടുള്ളത്? ഫുൾ സെറ്റ് ആണ് അല്ലെ. എന്താ നമ്മുടെ ഫുൾ സെറ്റ്? a = സെറ്റ് 1 2 3 എക്സെട്രാ അപ് ടു ഇവിടെ വരെ ഉണ്ട് 14 വരെ അല്ലെ. എക്സെട്രാ അപ് ടു 14 എന്ന് പറയുന്നത്. നോക്കിയാണല്ലോ. 3 മാർക്കും ക്ലിയർ ആയിരുന്നു. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് ഇത് ഏത് കേസാണെന്നാ പറഞ്ഞത്? അതായത് സെറ്റ് ബിൽഡർ ഫോം തന്നു കഴിഞ്ഞിട്ട് നമ്മളുടെ ഡൊമൈൻ റേഞ്ച് കോഡൊമൈൻ ഒക്കെ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ആദ്യം അതിന് എന്തൊക്കെ എഴുതണം? റോസ്റ്റർ ഫോമിലേക്ക് എഴുതണം. ഇപ്പൊ കൺഫ്യൂഷൻ വരരുത്. റോസ്റ്റർ ഫോം എന്ന് പറയുമ്പോൾ നമ്മൾ സെപ്പറേറ്റിംഗ് ദ എലമെന്റ്സ് ബൈ കോമ അല്ലെ. കോമാസ് ഇട്ടിട്ട് എഴുതുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ? അതായത് റോസ്റ്റർ ഫോം എന്ന് പറയാ. റോസ്റ്റർ ഫോം എഴുതി കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ? ഫസ്റ്റ് എലമെന്റും ഇതൊക്കെയാണ്. ഇനി നെക്സ്റ്റ് വൺ പറയുന്നത് ആണ് കേട്ടോ ആരോ ഡയഗ്രാം എന്ന് പറഞ്ഞത്. അതായത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയൊക്കെയാണ് ഈ റിലേഷനെ നമ്മളെ ഏതൊക്കെ ടൈപ്പ് എങ്ങനെയൊക്കെയാണ് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പോ ആദ്യം പറഞ്ഞിരുന്നു ഒന്നല്ലെങ്കിൽ റിലേഷനെ ഏത് ഫോമിൽ എഴുതാം? റോസ്റ്റർ ഫോമിൽ എഴുതാം, അല്ലെങ്കിൽ എന്തെങ്കിലും എഴുതാൻ പറഞ്ഞിരുന്നു? സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അടുത്ത ടൈപ്പ് ആണ് നമ്മളെ റിലേഷനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും. അപ്പൊ ആ റിലേഷനെ റെപ്രസെന്റ് ചെയ്യുന്ന മെത്തേഡ് ആണ് പറയുന്നത് എന്ത്? ആരോ ഡയഗ്രാം എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പോ ചിലപ്പോൾ ക്വസ്റ്റ്യൻ അങ്ങനെയൊക്കെ വരാം കേട്ടോ. ഏതൊക്കെ ടൈപ്പ് ഇങ്ങനെയൊക്കെ നമുക്ക് റിലേഷനെ റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ നമുക്ക് അതിലത്തെ ഒരു ഫോമാണ് ആര്, സെറ്റ് ബിൽഡർ ഫോം, റോസ്റ്റർ ഫോം, ആരോ ഡയഗ്രാം. ഇതല്ലാത്ത ഒരു ഓപ്ഷൻ വേറെ എന്തെങ്കിലും ഒക്കെ തരാം. അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് അനലൈസ് ചെയ്യാം കേട്ടോ. ഇപ്പൊ എന്താ ആരോ ഡയഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ആരോ ഡയഗ്രാം ഈസ് എ വിഷ്വൽ റെപ്രസെന്റേഷൻ ഓഫ് റിലേഷൻ ഫ്രം എ സെറ്റ് ടു അനദർ സെറ്റ് അല്ലെ. നമ്മൾ എന്ത് ചെയ്യാണ്, വിഷ്വൽ റെപ്രസെന്റേഷൻ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അതായത് ഫിഗേഴ്സ് ഒക്കെ വരച്ചിട്ട് എഴുതുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആരോ ഡയഗ്രാംസ് വെച്ചിട്ട് പറയാന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഞാൻ തൽക്കാലം ഇപ്പൊ ഇവിടെ ഒരു റിലേഷൻ ആരോ ഡയഗ്രാം വെച്ചിട്ട് എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് നോക്കിയിട്ട് പറഞ്ഞു കേട്ടോ. ഓക്കെ, ഇപ്പൊ നമ്മള് ഒരു റിലേഷൻ ഡിഫൈൻ ചെയ്യാണ്. ഓക്കെ, ഇപ്പൊ റിലേഷൻ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് ആർ എന്ന് പറയുന്ന റിലേഷൻ ആണ്. രണ്ട് സെറ്റുകൾ ഞാൻ പറയുന്നു, പിയിൽ നിന്ന് ക്യൂലോട്ടാണ് എന്ന് പറയുന്നത്. എലമെന്റ്സ് ഒക്കെ ഞാൻ ഇവിടെ ഫിഗറൈസ് ചെയ്ത കേട്ടോ. അപ്പൊ ആദ്യത്തെ സെറ്റ്, ആ സെറ്റിനെ ഞാൻ ഇങ്ങനെ ഡിനോട്ട് ചെയ്തു പി എന്ന് പറയുന്നത്. പിന്നത്തെ സെറ്റിനെ ഞാൻ എന്ത് ചെയ്തു, ക്യൂ എന്ന് പറഞ്ഞിട്ടും എഴുതി. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റിലേഷന് എഴുതുകയാണ് നമ്മള്. പിയുടെ ഉള്ളില് നമുക്ക് എലമെന്റ്സ് ഉണ്ട്, 1 2 3 എന്ന് പറഞ്ഞിട്ടുള്ള എലമെന്റ് ഉണ്ട്. ഇതിന്റെ ഉള്ളിൽ നമുക്ക് 4 5 6 എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ 1 എവിടെ എന്തിനാണ്, 4ലോട്ട്, 2 5 3 6 എന്ന് പറഞ്ഞിരിക്കും. ഓക്കെയാണോ പറഞ്ഞത്? അപ്പൊ ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ ഇതാണ് നമ്മൾ എന്ത് പറയാ, ഒരു റിലേഷനെയാണ്. അപ്പൊ ഇവിടുത്തെ ഓർഡേഡ് പെയർ നമ്മൾ എങ്ങനെ എഴുതണം, അതായത് 1,4 ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞു എന്നുള്ളത് കേട്ടോ, കൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. 2,5 പിന്നെ അടുത്ത ആളാരാ നമുക്ക് വരിക, 3,6 എന്ന് പറയും. ഓക്കെ ആണല്ലോ പറഞ്ഞത്. അപ്പൊ ഇതിന്റെ റേഞ്ച് സോറി ഡൊമൈൻ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയണം, സെറ്റ് 1 2 3. റേഞ്ച് എന്താ പറഞ്ഞത്, എന്ത് പറയണം, 4 5 6. കോഡൊമൈൻ എന്താ, ഇവിടെ റേഞ്ച് കോഡൊമൈൻ ഒക്കെ എന്തായിട്ട് മാറുന്നു, അതായത് സെയിം കേസ് ആയിട്ട് മാറുന്നു എന്ന് പറയും. ഓക്കെ അല്ലേ പറഞ്ഞത്? ഓക്കെ, നമുക്കിനി നെക്സ്റ്റ് ഇവിടെ ഒരു ആരോ ഡയഗ്രാം വെച്ചിട്ട് വേറെ ഒന്ന് കേട്ടോ, ഞാൻ ഇപ്പൊ പറഞ്ഞതല്ലാണ്ട് നമുക്ക് അടുത്ത ഒരു എക്സാമ്പിൾ ആണ്. അപ്പൊ നോക്കിക്കേ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഡ്രോ ദ ആരോ ഡയഗ്രാം ഓഫ് ദി ഫോളോയിങ് റിലേഷൻ എന്ന് പറഞ്ഞാൽ സിംപ്ലി ആണ്. ഇപ്പൊ നമുക്ക് റിലേഷൻ തന്നിട്ടുണ്ട്. റിലേഷൻ എങ്ങനെ തന്നിട്ടുള്ളത് ചോദിച്ചു കഴിഞ്ഞാല് ആറ് പറയണത് 2 4 4 1 4 3 എന്ന് പറയുന്നത് അല്ലെ. അപ്പോ നമ്മൾ ഇവിടെ ഫസ്റ്റത്തെ സെറ്റ്, അതായത് എ എന്ന് പറയുന്ന സെറ്റിന്റെ ഉള്ളിലത്തെ എലമെന്റ്സുകൾ എങ്ങനെ എഴുതണം, ഇതിന്റെ എല്ലാത്തിന്റെ ഫസ്റ്റത്തെ എലമെന്റ് ആരൊക്കെയാ വരണത്, 2 4 എന്നുള്ള അത്രയും എലമെന്റ്സ് ഉണ്ട്. ഇനി അതേപോലെ തന്നെ സെക്കൻഡ് എലമെന്റുകൾ ഏതൊക്കെയുള്ളത് നമുക്കിവിടെ അതേപോലെ, അതായത് 1 4 ഉണ്ട്, 1 ഉണ്ട്, 3 ഉണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ ഉള്ളിൽ വേണമെന്നുണ്ടെങ്കിൽ 1 2 3 4 എന്ന് എഴുതാം. ഇതിന്റെ ഉള്ളിൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു എലമെന്റ്, അടുത്തൊരു എലമെന്റ് എന്നുള്ള രീതിക്ക് 6 എഴുതിയെന്നേ ഉള്ളൂ കേട്ടോ. റെപ്രസെന്റ് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ എഴുതാമല്ലോ, അത്രേ ഉള്ളൂ. 2 എവിടേക്ക് മാപ്പ് പോകുന്നു എന്ന് പറഞ്ഞ 4ലോട്ടാണ്, 4 1ലോട്ട്. അതേപോലെ തന്നെ അടുത്ത 4 എവിടേക്ക് പോകുന്നുണ്ട്, 3ലോട്ടും പോകുന്നു. ഓക്കെ, അപ്പൊ ഇങ്ങനെ എഴുതുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആരോ ഡയഗ്രാം. ജസ്റ്റ് അതൊന്ന് മനസ്സിലാക്കുക, അത്രേ ഉള്ളൂ. ചിലപ്പോ ഫിഗർ തന്നിട്ട് അതിന് നമുക്ക് റേഞ്ചും ഡൊമൈനും എഴുതാൻ വേണ്ടിയിട്ടുള്ള കാര്യം. ഇനി നമ്മൾ ആദ്യം പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ, അതായത് എ ക്രോസ് ബി പഠിച്ചപ്പോ എ ക്രോസ് ബിയിൽ എത്ര എലമെന്റ് ഉണ്ട് നമ്മൾ പഠിച്ചു അല്ലെ. എൻ ഓഫ് എയില് പി എലമെന്റും എൻ ഓഫ് ബിയില് ക്യൂ എലമെന്റും ഉണ്ടെങ്കിൽ എൻ ഓഫ് എ ക്രോസ് ബിയിൽ എത്ര എലമെന്റ് ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു, പി ഇൻറ്റു ക്യൂ എന്ന് പറഞ്ഞു. അതേപോലെ നമ്പർ ഓഫ് റിലേഷൻസ് അല്ലെ, നമുക്ക് എത്ര നമ്പർ ഓഫ് റിലേഷൻസ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ എങ്ങനെ റിലേഷൻസ് കണ്ടുപിടിക്കുക എന്നുള്ളത് നോക്കാം. ദ ടോട്ടൽ നമ്പർ, ഇതൊന്ന് ഓർത്ത് വെക്കണം കേട്ടോ, അത് ഇമ്പോർട്ടന്റ് ആയിട്ട് ചിലപ്പോൾ വരാം. ദ ടോട്ടൽ നമ്പർ ഓഫ് റിലേഷൻസ് ദാറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ഫ്രം എ സെറ്റ് എ വിത്ത് പി എലമെന്റ്. എക്ക് എത്ര എലമെന്റ് ഉണ്ട്, പി എലമെന്റും ഉണ്ട്. ബി എന്ന് പറയുന്ന സെറ്റിന് എത്ര എലമെന്റ് ഉണ്ട്, ക്യൂ എലമെന്റും ഉണ്ട് എന്നുണ്ടെങ്കിൽ ദ ടോട്ടൽ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ദ റിലേഷൻ ഈസ് എന്ന് പറയുന്നത് എന്തായിട്ട് മാറും, 2 PQ. ഓർത്ത് വെക്കണം കേട്ടോ. അതായത് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റിൽ എത്ര എലമെന്റ് ആണ് വെച്ചാൽ, അല്ലെങ്കിൽ എൻ ഓഫ് എ ക്രോസ് ബിയിൽ എത്ര എലമെന്റ് ആ ചോദിച്ചു കഴിഞ്ഞാല് എന് പി എലമെന്റും ബിക്ക് ക്യൂ എലമെന്റ് ആണെങ്കിൽ പി ഇൻറ്റു ക്യൂ ആണ്. നമ്പർ ഓഫ് റിലേഷൻസ് ചോദിച്ചു കഴിഞ്ഞാല് നമ്മൾ എന്ത് പറയണം, 2 PQ. എന്താ പി ക്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 P ഇൻറ്റു ക്യൂ. പി എന്ന് പറഞ്ഞാൽ എന്താണ്, എ എന്ന് പറയുന്ന സെറ്റിനുള്ളിൽ എത്ര എലമെന്റ് ഉണ്ട്. ബി എന്ന് പറയുന്നത് എന്താണ്, ദ നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് ബി എന്ന് പറയുന്ന സെറ്റ്. ഓക്കെ ആണല്ലോ. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒരു ചെറിയ പ്രോബ്ലം ചെയ്ത് നോക്കാം.
ഒക്കെ ബേസിക് ആയിട്ട് നമുക്ക് അതിന്റെ കാര്യങ്ങൾ അനലൈസ് ചെയ്യാം എന്നുള്ള രീതിക്ക് പറയുന്നതാണ്. ഓക്കെ, അപ്പൊ ആ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം കേട്ടോ. ഇവിടെ പറയുകയാണ് എ എന്ന് പറയുന്ന ഒരു സെറ്റ് തന്നിട്ടുണ്ട്. സെറ്റ് എന്താ തന്നിട്ടുള്ളത്? അതായത് എ എന്ന് പറയുന്ന സെറ്റിന്റെ ഉള്ളിൽ ഈക്വൽ ടു 1 2 എന്ന് പറഞ്ഞിട്ടുണ്ട്. ബി എന്ന് പറയുന്ന സെറ്റിന്റെ ഉള്ളിൽ എത്ര എലമെന്റ് ഉണ്ട്? 2 4 6 എന്ന് പറഞ്ഞ അത്ര എലമെന്റ് ഉണ്ട് അല്ലെ. അപ്പൊ എ എന്ന് പറയുന്ന സെറ്റിന്റെ ഉള്ളിൽ 2 എലമെന്റ്സും ബി എന്ന് പറയുന്ന സെറ്റിന്റെ ഉള്ളില് നമുക്ക് 3 എലമെന്റ്സ് ഉണ്ട് അല്ലെ. അപ്പൊ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് എഴുതണം? 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? എൻ ഓഫ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആണ്. ഇനി നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എൻ ഓഫ് ബി അല്ലെ. എൻ ഓഫ് ബി ഈക്വൽ ടു നമുക്ക് എന്ത് പറയണം? 3 എന്ന് പറയണം. ഇനി നമ്പർ ഓഫ് റിലേഷൻസ് ഫ്രം എ ടു ബി, എയിൽ നിന്ന് ബിയിലോട്ടുള്ള നമ്പർ ഓഫ് റിലേഷൻ എന്ന് പറയുന്നത് എൻ ഓഫ്, അതായത് റിലേഷൻസ് ആണ് കേട്ടോ. നമ്പർ എൻ ഓഫ് എ ക്രോസ് ബി അല്ല, നമ്പർ ഓഫ് റിലേഷൻസ് ആണ്. ഇപ്പൊ നമ്പർ ഓഫ് റിലേഷൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചത് 2 raised to PQ എന്നാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതെന്തായിട്ട് മാറും? 2 raised to 2 into 3 എന്ന് വരും. അപ്പൊ 2 raised to 2 into 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക? 2 raised to 6 എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ പറഞ്ഞത്. അപ്പൊ ഇവിടുന്ന് ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. നമ്പർ ഓഫ് റിലേഷൻസ് എത്ര ഉണ്ടായിരിക്കും? അപ്പൊ നമുക്ക് മെജോറിറ്റി ആയിട്ട് ഓപ്ഷനിൽ രണ്ടും കാണാം. എന്തുണ്ടായിരിക്കും? 2 into 3 6 എന്നുള്ള ഒരു ഓപ്ഷന് കാണാം. 2 raised to 6 എന്ന് കാണാം. 2 raised ചിലപ്പോ 2 raised to 6ന് പകരം അതിന്റെ വാല്യൂ ആയിട്ടും കിടക്കാം കേട്ടോ. അതായത് 2 raised to 6 പറഞ്ഞാൽ എന്താ? 2 into 2 into എത്ര ടൈംസ്? 6 ടൈംസ്. അപ്പൊ അതൊന്ന് ജസ്റ്റ് എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നമ്പർ ഓഫ് റിലേഷൻസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ ആണല്ലോ പറഞ്ഞത്? ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി കേട്ടോ. നമുക്കിവിടെ എന്താ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ, എല്ലാവരും ഇതിന്റെ റോസ്റ്റർ ഫോം എന്താ? നമുക്ക് ഒരു റിലേഷൻ ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. തന്നിരിക്കുന്ന റിലേഷൻ ഏത് ഫോമിലാന്ന് മനസ്സിലാക്കണം നമ്മള്. അതായത് സെറ്റ് ബിൽഡർ ഫോമിലാണ്. ഇനി അതിന് നമുക്ക് റോസ്റ്റർ ഫോമിക്ക് എഴുതണം. അതേപോലെ എ ക്രോസ് ബി എന്ന് എഴുതണം. പിന്നെ നമ്പർ ഓഫ് റിലേഷൻസ് ഫ്രം എ ടു ബി എന്ന് പറയണം. അപ്പൊ എല്ലാ പോസിബിൾ കേസുകൾ കൂടി നമ്മൾ ജസ്റ്റ് ഒന്ന് പറയുന്നു എന്നുള്ളത് അല്ലെ. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നോക്കിക്കേ, സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എ എന്ന് പറയുന്ന സെറ്റിന്റെ ഉള്ളിലത്തെ എലമെന്റ് ഇവിടെ നമുക്ക് തന്നിട്ടില്ല. എ എന്ന് പറയുന്ന സെറ്റ് കണ്ടുപിടിക്കണം. ആ സെറ്റ് ഏത് ഫോമുല നമുക്ക് തന്നിട്ടുള്ളത്? റോസ്റ്റർ ഫോമുല, സോറി സെറ്റ് ബിൽഡർ ഫോമുല തന്നിട്ടുള്ളത്. അതിന് ഞാൻ എന്തൊക്കെ എഴുതണം? റോസ്റ്റർ ഫോമിക്ക് എഴുതണം. അപ്പൊ എന്താ പറഞ്ഞ? എക്സ് ഇസ് എ പ്രൈം നമ്പർ വിച്ച് ഇസ് ലെസ് ദാൻ 6. അപ്പൊ ഏതൊക്കെ പ്രൈം നമ്പേഴ്സ് വരിക നമുക്ക്? 2, അതേപോലെ 3, 5, 7 ഇങ്ങനെ പോവാണ്. പക്ഷെ നമ്മളോട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് പ്രൈം നമ്പേഴ്സ് ലെസ് ദാൻ 6 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 6ന് താഴെയുള്ള പ്രൈം നമ്പേഴ്സ് ആരൊക്കെ ഉള്ളൂ? 2, 3, 5 മാത്രമേ ഉള്ളൂ അല്ലെ. അപ്പൊ എ എന്ന് പറഞ്ഞ സെറ്റിന്റെ ഉള്ളിൽ നമുക്ക് എന്താ വരിക? നമുക്ക് അതായത് 2, 3, 5 എന്ന് വരും അല്ലെ. അപ്പൊ എ എന്ന് പറഞ്ഞ സെറ്റിന്റെ ഉള്ളിലത്തെ എലമെന്റ് ആരാ? 2, 3, 5. ബി എന്ന് പറഞ്ഞ സെറ്റിന്റെ ഉള്ളിൽ ആരുണ്ട്? 5, 6 എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഓക്കെ, ഇനി നമുക്ക് ആദ്യം അപ്പൊ എനെ നമ്മൾ എന്തിൽ എഴുതി? റോസ്റ്റർ ഫോമിൽ എഴുതി. എനെ റോസ്റ്റർ ഫോമിൽ എഴുതിയതാണ് നമുക്ക് ഇവിടെ ഉള്ളത്. എ ഈക്വൽ ടു 2, 3, 5 അല്ലെ. ഇനി അടുത്തത് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം എന്നാ പറഞ്ഞിട്ടുള്ളത്? എ ക്രോസ് ബി എന്ന് പറയുന്നത് കണ്ടുപിടിക്കണം അല്ലെ. അപ്പൊ എ ക്രോസ് ബി എന്ന് പറയുന്നത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്? അതായത് എയുടെ ഉള്ളിലുള്ള എലമെന്റ്സ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ പറഞ്ഞു ആരൊക്കെയാണ്? 2, 3, 5 എന്ന് പറഞ്ഞു അല്ലെ. ഓക്കെ, ബി എന്ന് പറഞ്ഞതിന്റെ ഉള്ളിലത്തെ എലമെന്റ് ആരൊക്കെയെന്നാ പറഞ്ഞിട്ടുള്ളത്? 5, 6 എന്ന് പറഞ്ഞ എലമെന്റ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോ എന്ത് പറയണം? എ ക്രോസ് ബിയിലുള്ള എലമെന്റ് ആരൊക്കെയാണ്? അതായത് 2, 5, പിന്നെ നമ്മൾ എന്ത് പറയണം? 2, 6. ഓക്കെ, അപ്പൊ ആദ്യം എഴുതുമ്പോ എന്ത് പറയാം? അതായത് 2, 5, പിന്നെ ആര് വരും? നമുക്ക് 2, 6 എന്ന് പറയണു. പിന്നെ എന്ത് പറയണം നമുക്ക്? അതായത് 3, 5, ദെൻ 3, 6 എന്ന് പറയുന്നു. ദെൻ നെക്സ്റ്റ് നമുക്ക് എന്ത് പറയാം? 5, 5, അതേപോലെ തന്നെ നമുക്ക് എന്ത് പറയാം? 5, 6. ഓക്കെ, ഇതാണ് നമുക്ക് എന്തുള്ളത്? എ ക്രോസ് ബി ഉള്ളത്. ഓക്കെ ആണ് പറഞ്ഞത്. ഇതാണ് എന്തുള്ളത്? നമ്മുടെ കയ്യിൽ എ ക്രോസ് ബി ഉള്ളത്. ഓക്കെ, ഇനി ലാസ്റ്റത്തെ എന്തായാലും നമ്മളോട് പറഞ്ഞ നമ്പർ ഓഫ് പോസിബിൾ റിലേഷൻ ഫ്രം എ ടു ബി അല്ലെ. എയിൽ നിന്ന് ബിയിലോട്ടുള്ള നമ്പർ ഓഫ് പോസിബിൾ റിലേഷൻസ് നോക്കാം. അപ്പൊ നമ്മൾ എ എന്ന് പറയുന്ന സെറ്റിന്റെ ഉള്ളിൽ നമ്മൾ ആദ്യം നമ്പർ ഓഫ് പോസിബിൾ റിലേഷൻ അറിയണമെന്നുണ്ടെങ്കിൽ ഫ്രം എ ടു
എ ക്രോസ് ബി, അതായത് എയിൽ എത്ര എലമെന്റ് ഉണ്ടെന്നും അതേപോലെ ബിയിൽ എത്ര എലമെന്റ് ഉണ്ടെന്ന് അറിയാം അല്ലെ. എയിൽ എത്ര എലമെന്റ് ഉണ്ട്, നമുക്കിവിടെ 3 എലമെന്റ്, ബിയിൽ എത്ര എലമെന്റ് ഉണ്ടായിരുന്നു, 2 എലമെന്റ്സ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദ നമ്പർ ഓഫ് റിലേഷൻ ഫ്രം എ ഇൻടു ബി, എയിൽ നിന്ന് ബിയിലേക്ക് എത്ര റിലേഷൻ ഉണ്ട് വെച്ചാൽ നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു, 2 raised to pq ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയണം, 2 into 2 raised to 3 into 2, that will be equal to 2 raised to 6 എന്ന്. ഓക്കെ, അപ്പൊ ഈ അതായത് നമ്പർ ഓഫ് റിലേഷൻസ് ഫ്രം എ ടു ബി, എയിൽ നിന്ന് ബിയിലോട്ടുള്ള നമ്പർ ഓഫ് റിലേഷൻസ് എത്രയെന്ന് നമ്മളോട് ചോദിക്കാം. അപ്പൊ ആ ഒരു കാര്യം നമുക്ക് എന്ത് അറിയണം, നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. 2 raised to pq, അതായത് എയിലെ എലമെന്റ് പി ആണ്, ബിയിലെ എലമെന്റ് ക്യൂ ആണെങ്കിൽ നമ്പർ ഓഫ് റിലേഷൻ ഫ്രം എ ടു ബി എന്ന് പറയുന്നത് 2 raised to pq ആണെന്ന് പറയണം. ഓക്കെ, അപ്പൊ പിന്നെ 2 raised to 6ന്റെ വാല്യൂ ഒക്കെ അത് ഞാൻ പറയാൻ പറഞ്ഞു. 2 raised to 6ന്റെ വാല്യൂ ഒക്കെ നമ്മൾ ജസ്റ്റ് ആണ് പഠിച്ചു വെച്ചിട്ട് പോവാ. എത്ര 2 raised to 6ന്റെ വാല്യൂ 64, അതായത് 2 raised to 4, 2 raised to 5, 2 raised to 6, കുറച്ചാണ് പെട്ടെന്ന് നമുക്ക് പെട്ടെന്ന് അത് സ്ട്രൈക്ക് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ നമ്മൾ ചെയ്തുകൊണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഇതിന്റെ ഇടയിൽ തന്നെ നമ്മൾ ഓർത്ത് വെക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട്. നമ്മളെ റിലേഷൻസിന്റെ ടൈപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു മിനിറ്റ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതുവരെ അതായത് എന്താണ് റിലേഷൻ എന്നുള്ളതാ പറഞ്ഞത്. ഇനി നമുക്ക് അടുത്തത് കൂടി നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ട ഒരു കാര്യമാണ് ടൈപ്സ് ഓഫ് റിലേഷൻ. എത്ര തരത്തില് നമുക്ക് റിലേഷൻസ് ഉണ്ട് അല്ലെങ്കിൽ എന്തൊക്കെയാണ്. അപ്പൊ ആദ്യം നമ്മൾ ഇങ്ങനെ ഇതിന്റെ ഇടയിൽ കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റിലേഷൻ എന്ന് പറയുന്നത് എന്തൊക്കെ 1 minute. ഓക്കെ, അപ്പൊ നമുക്കിനി ടൈപ്സ് ഓഫ് റിലേഷൻസ് ആണ് നോക്കേണ്ടത്. ടൈപ്പ് ഓഫ് റിലേഷൻസ് എന്ന് പറയുന്നത് നമുക്ക് 3 തരത്തിലാണുള്ളത്. ആദ്യത്തെ റിലേഷൻ റിഫ്ലെക്സീവ്, രണ്ടാമത്തെ ടൈപ്പ് സിമെട്രിക്, ട്രാൻസിറ്റീവ്. അപ്പൊ അതുകൂടി ഒന്ന് ഓർത്ത് വെക്കുക. ടൈപ്പ് ഓഫ് റിലേഷൻ ആദ്യം പറഞ്ഞത് യൂണിവേഴ്സൽ റിലേഷൻ ഉണ്ട്, എംപ്റ്റി റിലേഷൻ ഉണ്ട്, അതേപോലെ തന്നെ റിഫ്ലെക്സീവ് റിലേഷൻ, സിമെട്രിക് റിലേഷൻ ആൻഡ് ട്രാൻസിറ്റീവ് റിലേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ കുറിച്ചിട്ട് ഉള്ളതും പ്രോബ്ലംസും നെക്സ്റ്റ് ക്ലാസ്സിൽ ബ്രീഫായിട്ട് നമുക്ക് പറയാം. ഓക്കെ, താങ്ക് യു.